പരിശുദ്ധാത്മാവിന്റെ സഹായത്തിനായി നമുക്ക് യാചിക്കാം. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു. ആഴത്തിന്റെ ഉണ്ടാക്കി. വെള്ളത്തിന് മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന വാക്കോടുകൂടിയാണ് പുസ്തകം ആരംഭിക്കുന്നത്. ആദ്യമായി വേദപുസ്തകം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന അളവ് ദൈവത്തിന്റെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നു. തിരുവചനം യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സകല സത്യത്തിലും വഴി നടത്തുന്ന ആത്മാവ്. നമ്മെല്ലാം മനുഷ്യരാണ്, നമുക്കെല്ലാം പൂർണ്ണതകളുണ്ട്, അവര്യാപ്തതകളുണ്ട്. എന്നാൽ അവയ്ക്ക് മീതെ ആഴത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്ന ദൈവപരിശുദ്ധാത്മാവ് നമ്മുടെ ഇരുളുള്ള അനുഭവങ്ങളുടെ മേലും അവ്യക്തതകളുടെ ഇന്ന് രാത്രി പരിവർത്തിച്ച് സത്യത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, പ്രകാശനം, ബോധ്യം നമുക്ക് നൽകേണ്ടതാണ് ദൈവത്തോട് യാചിക്കും. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ സൗകര്യം അഭാപിതാവിനെ വിളിക്കുവാൻ യേശുവിനെ ഭൂമിയിൽ അയച്ച് ഞങ്ങൾക്ക് ഒരുക്കി തന്ന ആ മഹത്തരമായ പുതിയ വഴിക്കായി ഞങ്ങൾ അത് മുഖാന്തരം ഞങ്ങൾ നിന്റെ സന്നിധിയിലുണ്ട്. അവിടുന്ന് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ലോകാവസാനത്തോളം എല്ലാ നാളും ഞങ്ങളോടുകൂടി ഉണ്ട് എന്ന് പറയുന്നതോടൊപ്പം ഞങ്ങളെ സത്യത്തിലൂടെ നടത്തേണ്ടത് ആത്മാവിനെ ഞങ്ങൾക്ക് ദാനം നൽകിയതോർത്ത് സ്തുതിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. തിരുവചനത്തിന്റെ ബോധ്യങ്ങളിലേക്ക് കടന്നു വന്ന എല്ലാവരും ദൈവം സഹായിക്കണമേ. വിലപ്പെട്ട സമയങ്ങളിൽ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന അവസരങ്ങൾ തിരുസന്നിധിയിലിരിക്കുമ്പോൾ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പരിവർത്തിക്കണമേ. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണം. അതിനാൽ നിങ്ങളെ ഏൽപ്പിക്കുന്നു. അവിടുത്തെ ശബ്ദത്തിനായി മാത്രം നിങ്ങളുടെ നാവിനെയും ഞങ്ങളുടെ കാതുകളെയും ഞങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ ഈ രാത്രി ഏൽപ്പിക്കുന്നു. ഒരുമിച്ച് അനുഗ്രഹിച്ച യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ രാത്രി നമുക്കൊരുമിച്ച് ഇങ്ങനെ ക്ലാസ്സിൽ ആരംഭിക്കുവാൻ ഇടയൊരുക്കുന്ന വിലപ്പെട്ട സമയത്തെ ഓർത്ത് സ്തുതിക്കുന്നു. 2-3 വർഷങ്ങളിൽ ഇവിടെ പഠിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, പുതുതായിട്ട് വന്ന പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരും ഒരുമിച്ച് സഹായിക്കും. വേണ്ടി വന്നിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സുകൾ മുകളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹോൾ നമ്പർ 6 ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഓർപ്പിച്ചു മാത്രമേ ഉള്ളൂ. ഓക്കെ, കർത്താവിന്റെ പുതിയതായിട്ട് അഡ്മിഷൻ എടുത്ത പ്രിയപ്പെട്ടവരെയും എല്ലാവരെയും കഴിഞ്ഞ ദിവസം വിളിച്ചോർപ്പിച്ചിരുന്നു. ഇനി മുതലുള്ള ആഴ്ചകളിൽ വിളി പ്രതീക്ഷിക്കരുത്. ആരംഭത്തിലായതുകൊണ്ട് മറന്നു പോകാതിരിക്കാൻ വേണ്ടി വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെയൊക്കെ വിളിക്കാം, സംശയങ്ങളൊക്കെ വിളിക്കാം. ആ ക്ലാസ്സിലെ സംബന്ധിച്ച് ആരംഭത്തിൽ നിങ്ങളൊന്ന് ഓർക്കാൻ റിമൈൻഡ് ചെയ്യാൻ വേണ്ടി പുതുതായിട്ട് വന്നവരെയൊക്കെ വിളിച്ചിരുന്നു. അതുകൊണ്ട് വിളിയൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഈ ആഴ്ച ക്ലാസ് ഉണ്ടോ എന്നൊരു കൺഫ്യൂഷൻ വേണ്ട. ക്ലാസ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തലയാഴ്ച ഇവിടെ അനൗൺസ് ചെയ്തിരിക്കും. എന്തെങ്കിലും സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തലയാഴ്ച ഇവിടെ അനൗൺസ് ചെയ്തിരിക്കും. ദയവായിട്ട് നിങ്ങൾ റെഗുലറായിട്ട് ബുധനാഴ്ച ഒറ്റ ദിവസം മാത്രമേ നമുക്ക് ക്ലാസ്സുകളുള്ളൂ. 2 മണിക്കൂറിൽ 1.5 മണിക്കൂർ നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ എത്രയാണ് അപ്പോൾ കിട്ടുന്ന സമയങ്ങളിൽ നമ്മുടെ ക്ലാസ്സുകൾ പ്രയോജനപ്രദമാക്കുവാൻ ശ്രമിക്കുക. ഓർപ്പിച്ചതുപോലെ തന്നെ ഈ അടുത്ത 3-4 ആഴ്ചയിൽ നമ്മൾ പഠിക്കുന്ന ക്ലാസ്സുകളുടെ പേര് ലൈഫ് ആൻഡ് മിനിസ്ട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിന്റെ ജീവിതവും ശുശ്രൂഷയും എന്നുള്ളതാണ്. വളരെ ആധികാരികമായി അതിനോട് വളരെ നീതി പുലർത്തിക്കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു നോട്ട്. നാട്ടിൽ വളരെ ശക്തമായി കർത്താവിനായി ഉപയോഗിക്കപ്പെടുന്ന വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ദേവദാസന്മാരാണ് ഈ നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്.
അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് റെഡി ആയിട്ടുണ്ട്. സാറുള്ള ഓർപ്പിച്ചതുപോലെ പറയുന്നുണ്ട്. ഈ സഹോദരൻ ആൻഡ്രോയിഡ് എടുത്ത് നിങ്ങൾ 10 ദിവസം മാത്രം കൊടുത്താൽ മതി. ഒരു കോപ്പി സ്വന്തമാക്കുന്നത് പോകണം. ഈ നോട്ടിനെ ബേസ് ചെയ്ത് ഇവിടെ നടക്കുന്ന ക്ലാസ്സുകൾ ബേസ് ചെയ്തായിരിക്കും ചോദ്യങ്ങൾ. നോട്ട് അതുപോലെ പകർത്തി എഴുതാൻ ഒരു സാധനം ആവശ്യപ്പെടുകയില്ല. നിങ്ങൾ എന്ത് മനസ്സിലാക്കി അതാണ് നമുക്ക് വേണ്ടത്. കോമ്പ്രിഹെൻഷൻ നമ്മൾ എന്ത് മനസ്സിലാക്കി അതാണ് വേണ്ടത്. എന്ത് ബൈഹാർട്ടാക്കി എന്നുള്ളതല്ല. സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ബൈഹാർട്ടാക്കുക, മനഃപ്പാഠമാക്കുക എഴുതുക. അത് സത്യത്തിൽ നമ്മൾ ഇവിടെ പഠിക്കുന്ന പാഠങ്ങൾ എന്ത് നിങ്ങൾ ഗ്രഹിച്ചു അത് നിങ്ങളുടെ സ്വന്തം വാചകങ്ങളിൽ അത് എഴുതുക. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കഴിവുള്ളിടത്തോളം ഞങ്ങൾ ആരെയും തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ നിർദ്ദേശിക്കുന്നത് പഠിക്കുന്നത് ആരും തന്നെ ആരെയും പരാജയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ നിങ്ങളുടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ മാറ്റിവെക്കുന്ന സമയം എന്നുള്ള നിലയിൽ ആ പരിഗണനയോടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നിങ്ങളുടെ പേപ്പർ നോക്കുന്നത്. സെക്കൻഡ് ഇയർ തേർഡ് പഠിക്കുന്നതെല്ലാം തലയാട്ടുന്നുണ്ട്. കറക്റ്റാണ് ഫസ്റ്റ് പറയുന്നത്. യാതൊരു സംശയമില്ല. ഒന്നടങ്കം സമ്മതിക്കുന്നതുകൊണ്ട് ഫസ്റ്റ് ഇയറിൽ വന്നവർക്കിടെ ആശങ്കകളാണ് എന്താ വായിക്കുന്നത്. ഏതായാലും ഒരു വിഷയമൊന്നും പഠിക്കുന്നുണ്ടോ ഒരു മാസം. അങ്ങനെ ആരെങ്കിലും ഉൾപ്പെടുത്തി ഇന്ന് രാത്രി വിശാലിനെ ഞാൻ പുറത്താക്കണം. ഏത് വിശാലിനെ ഈ ഒരു മാസം ഒന്ന് നോക്കാമെന്നുള്ള നിലയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ ചിന്ത എന്ന് കളയുക. നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റും. ദൈവത്തിന് വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടും. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ തുടക്കത്തിൽ ഓർപ്പിച്ച വാചകം വീണ്ടും ഇന്ന് ഞാൻ ആവർത്തിക്കാം. നിങ്ങളിവിടെ സ്വന്തം ഇഷ്ടത്താലോ യാദൃച്ഛികമായിട്ടോ വന്നതല്ല. ലക്ഷക്കണക്കിന് ആളുകൾ ഈ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, പാടുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷെ അതിൽ വളരെ കോറായിട്ട് വളരെ സത്യമായിട്ട് ദൈവം തിരഞ്ഞെടുത്തവരാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ദൈവത്തിൽ നിങ്ങളുടെ ജീവിതത്തിലൂടെ പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ്. ഇങ്ങോട്ട് പോലെ എനിക്ക് ഇവിടെ ഈ MDI കിട്ടാനുള്ള പ്രശ്നം വിശാലി കയറിയിരിക്കുന്നു. പെട്ടിയൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ചൂടുപടിയില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, എംബോസ് എഴുതിപ്പിക്കത്തില്ല. ഉറങ്ങിയാലും വീഴാൻ സൂക്ഷിച്ചാൽ മതി. നിങ്ങളോട് ഇങ്ങോട്ട് സഹോദരിമാരൊക്കെ ഒന്ന് അപ്പോൾ ഇങ്ങോട്ട് ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞ പോലെ പാഴ് ശൂന്യമായിരുന്ന പോലെ പാഴായി ശൂന്യമായുള്ള അനുഭവങ്ങളൊന്നും വേണ്ട. നമുക്കത് എല്ലാവരും ചെയ്തിരിക്കുന്നത് ദൈവത്തിലായിക്കട്ടെ. ഇപ്പോഴത്തെ ചൂടും കാലാവസ്ഥയുടെ പ്രശ്നമൊക്കെ കൊണ്ട് ആർക്കും ക്ഷീണം വന്നാൽ ഒരു കുഴപ്പമില്ല. പാസ് അനുവാദം തന്നില്ല, അതുകൊണ്ട് തന്നെ ക്ഷീണിച്ചേക്കാം എന്ന് ചിന്തിക്കുകയും ചെയ്യരുത്. കഴിവുള്ളിടത്തോളം ഉണർവോടെ ഇരിക്കാൻ ശ്രമിക്കുക. കർത്താവിനെ സഹായിക്കട്ടെ. പുതുതായിട്ട് വന്ന ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തിട്ട് പോയി. ഇപ്പോൾ ക്ലാസ്സിലിരിക്കാം, ബോധനുണ്ട്. അത് അവിടെ ഒരു ഫോമുണ്ട്, ഫില്ല് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ച പോലെ നിങ്ങളെ ഒരു ടെസ്റ്റ് മണി എന്തുകൊണ്ട് നിങ്ങളുടെ ഈ വചനം കർത്താവിലേക്ക് ഇങ്ങനെ വന്നു, ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തെക്കുറിച്ചും നിങ്ങൾ ദൈവജനം പഠിക്കാൻ തീരുമാനിച്ചതിനെ കുറിച്ചും ഒരു ചെറിയ 1-2 പേജുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാലിഡ് പാസ്പോർട്ടിന്റെ കോപ്പി, സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പി, 2 ഫോട്ടോ. ഇത് നിങ്ങളെ അത്യാവശ്യം അടുത്താഴ്ച വിടാൻ ശ്രമിക്കണം. മറക്കരുത്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ പോലെ ഇവിടെ നിങ്ങളെ കാത്തിൽ അക്ഷരങ്ങളുണ്ടെങ്കിൽ മുന്നോട്ട് പോരും പഠിക്കുക. ഓക്കെ, ദൈവം സഹായിക്കട്ടെ. നമ്മൾ യേശുക്രിസ്തുവിന്റെ ജീവിതവും ശുശ്രൂഷയും എന്നുള്ള വിഷയമാണ് പഠിക്കുന്നത്. ഞാൻ ഓർമ്മിച്ചു 8 മണിക്കൂറാണ് നമുക്ക് മിനിമം കിട്ടുന്നത്. അതുകൊണ്ട് സത്യമായിട്ട് വിനിയോഗിക്കണം. എന്തിനാ 4 സുവിശേഷങ്ങൾ കഴിഞ്ഞ ഓറിയന്റേഷൻ ക്ലാസ്സിൽ കഴിഞ്ഞ 1-ാം തീയതി ഈ കഴിഞ്ഞ ബുധനാഴ്ചത്തെ ക്ലാസ്സിൽ യേശു എത്ര ആണെന്ന് തോന്നി നമ്മുടെ ഹെഡ് ഓഫ് ദ ഫാക്കൽറ്റി ഇവിടെ സംസാരിച്ചപ്പോൾ ചോദിച്ചു. നമുക്കെല്ലാം അറിയാം, ബൈബിൾ അറിയാം, പ്രസംഗം കേൾക്കുന്നുണ്ട്, നല്ല ദൈവദാസന്മാരെന്നൊക്കെ തോന്നി പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് ആത്മാവിൽ ആരാധിക്കും. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചെന്ന് നമ്മൾ ഉറപ്പുവരുത്തി സകല മീറ്റിംഗ് കഴിഞ്ഞു പോകുന്നു.
അപ്പോൾ എന്നാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ നിന്ന് ലളിതമായിട്ട് നമ്മൾ അറിയേണ്ട പല കാര്യങ്ങളുണ്ട്. ഒരു ചോദ്യം, എന്റെ ചോദ്യം, എന്തിനായി 4 സുവിശേഷങ്ങൾ? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സെയിം സംഭവങ്ങൾ തന്നെ സുവിശേഷങ്ങളിൽ ആവർത്തിക്കുന്നതായിട്ട് കാണാൻ കഴിയും. മത്തായി എഴുതിയ കാര്യങ്ങളൊക്കെ മർക്കോസ് എഴുതിയിട്ടുണ്ട്, മർക്കോസ് എഴുതിയതൊക്കെ ലൂക്കോസ് എഴുതിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷവും കൂടെ ചേർത്ത് നിങ്ങൾ വായിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അല്പ വ്യത്യാസം യോഹന്നാന്റെ സുവിശേഷത്തിന് കാണാൻ കഴിയുന്നുണ്ട്. ബാക്കി 3 സുവിശേഷങ്ങൾ തമ്മിൽ പരസ്പരം പ്രതിഫലിപ്പിക്കപ്പെടുന്ന ഈ സംഭവങ്ങളാണ്. എന്തായിരിക്കും അതിന്റെ കാരണം? ദൈവവചനം അറ്റമായിരിക്കുന്ന അറിയാൻ വയ്യാത്തൊരു സമൂഹത്തോടല്ല ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിന്ന് സംസാരിക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ഇവിടെ ഒരു ഇനിഷ്യേഷനിൽ നമുക്ക് ഒരുമിച്ച് പോകാൻ പെട്ടെന്ന് വേഗത്തിൽ പോകാം. എന്തുകൊണ്ടാ ഈ 4 സുവിശേഷങ്ങൾ ചേർത്ത് ഇത്രയും പേജിനകത്ത് കളയേണ്ട കാര്യം ഉണ്ടായിരുന്നു? എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ആശയം എന്താ? ഭാഷ ഇനിയും ദൈവവചനത്തെ പറ്റി ഇനിയും നിങ്ങളെല്ലാം പറഞ്ഞാൽ ഇനി എന്തെങ്കിലും ദോഷം ഉണ്ടാവും എന്നൊന്നും വിചാരിക്കണ്ട. ഇത് ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാം, തുറന്ന് ചിന്തിക്കാം. എന്തുകൊണ്ടാണ് 118 പേജിൽ പഴയ ബൈബിൾ 4 സുവിശേഷങ്ങൾ ആവർത്തിച്ചിരിക്കും? ഇപ്പോഴത്തെ പേരെന്ന് പറയുമ്പോൾ ആവറേജ് ഒരു 25 പേജിനകത്ത് ഒതുക്കാവുന്ന കാര്യങ്ങളാണ്. ഒന്ന് പറഞ്ഞ ഇത് ക്ലാസ് ആകട്ടെ, ചർച്ച ഇരിക്കുന്ന ഇവിടെ മൈക്കും പൊളിപ്പിച്ചു എന്നോട് കാണുമ്പോൾ നിങ്ങൾ പേടിച്ചെന്നാരി ഇരിക്കരുത്. എന്താ മറുപടി പറയാം? പെട്ടെന്ന് പറയാം, പെട്ടെന്ന് പോവാം. എന്തിനാണ് ഈ 4 സുവിശേഷങ്ങൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്? എന്തിനാണ് ഇത് ആവർത്തിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം? നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചിട്ട്, ഇപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ട് എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞു. സഹോദരന്മാരോ സഹോദരിമാരോ പറഞ്ഞാണ്. ആരാ പറഞ്ഞ കേട്ടില്ല? നമ്മുടെ നേരത്തെ ഉള്ള സഹോദരൻ പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ ചിന്ത ആളത്വം. 4 രീതി, 4 സമൂഹങ്ങളെ യേശുവിനെ ലോകത്തിന് ലീഡ് ചെയ്യുന്ന യേശുക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്താൻ 4 സമൂഹങ്ങളെ അഡ്രസ് ചെയ്തു. യവനായ അങ്ങനെയുള്ള 4 സമൂഹങ്ങളെ അഡ്രസ് ചെയ്ത് 4 സമൂഹങ്ങളെ അഡ്രസ് ചെയ്തു. ഈ സമൂഹങ്ങൾ 4 പേര് 4 കാലഘട്ടങ്ങളിൽ എഴുതുക. ഇനി മറ്റെന്തെങ്കിലും ഒരേ കാര്യം 4 പേര് പറയുമ്പോൾ അത് ഉറപ്പാകും. അതിനൊരു ദൃഢത ഉണ്ടാകും, കൃത്യത ഉണ്ടാകും. 2 പേര് പറഞ്ഞാൽ മതി, ബൈബിളിൽ പറയും. 2 പേരുടെ വാമൊഴിയാൽ കുറച്ചുകൂടെ കുഴപ്പമില്ല. യേശുക്രിസ്തുവിന്റെ 4 വ്യക്തിത്വങ്ങൾ. സത്യം പറഞ്ഞാല് മിക്കവാറും നമ്മൾ ഇന്നത്തെ ക്ലാസ്സോട് തന്നെ ഈ വിഷയം അവസാനിച്ചു. വളരെ നന്നായ പ്രതികരണങ്ങളാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വെറുതെ അല്ല ചർച്ചയിൽ പോകുന്നതെന്നും വെറുതെ ഇരിക്കുന്നവരല്ലെന്നും മനസ്സിലായി. അതൊന്ന് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ, അതൊക്കെ നിങ്ങൾ കാര്യങ്ങൾ ഗ്രഹിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യാദൃച്ഛികമായിട്ടോ സ്വയതാല്പര്യത്തിലോ അല്ല ഇവിടെ വന്നത്. ദൈവവചനത്തിന്റെ ഒരു പിൻബലം ഓൾറെഡി നിങ്ങളുടെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ ഒരുമിച്ച് ശ്രമിക്കുകയാണ്. ഞാൻ സിമ്പിളായിട്ട് പറയാനുള്ള ഒരു ഉദാഹരണം ഓൾറെഡി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഈ പോഡിയം എന്ന് പറയും. ഇതാണ് എത്ര കാലമുണ്ട്? ഈ 4 കാലിന്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഉപയോഗം എന്താ? ഒരേപോലെ സ്റ്റേബിളായിട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ ഉദ്ദേശത്തിന്റെ, ഇത് നിർമ്മിച്ചതിന്റെ, ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന കസേരയ്ക്ക് 4 കാലം, 3 ഉള്ളായിരുന്നെങ്കിൽ
മറിഞ്ഞു വീണേ. അല്ലെങ്കിൽ ഇത് നിർമ്മിച്ചതിന്റെ ആ ഉദ്ദേശം ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് ലോകരാജ്യങ്ങളിൽ എല്ലായിടത്തും ചെയ്യപ്പെടുന്ന അതിൽ കൂടുതൽ കാലമുള്ള നിങ്ങൾ ഭയങ്കര ചിന്ത ഉള്ളവർ അവിടേക്ക് പോകണ്ട. എന്നാലും ഞാൻ നോർമലി ഒരു സാധാരണ വീക്ഷണത്തിൽ 4 വശങ്ങൾ അതിനെ എന്ത് ചെയ്യുന്നു, ഉറപ്പോടെ അതിന്റെ ഉദ്ദേശ നിവൃത്തിക്കായിട്ട് അത് നമ്മളെ എന്ത് ചെയ്യുന്നു, സഹായിക്കും. അല്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ 4 സുവിശേഷങ്ങൾ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന ആ ഉദ്ദേശത്തിന്റെ നിവൃത്തിയിലേക്ക്, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്, നമ്മുടെ ചിന്തകളെ എത്തിക്കുന്നതും ഈ 4 സുവിശേഷങ്ങളും കൂടെ ചേരുമ്പോൾ. ഒന്നാമത് നമുക്കറിയാം മത്തായി എഴുതിയ സുവിശേഷം, പിന്നെ മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം. ആദ്യത്തെ എഴുത്തുകാരെന്ന് വേദ പഠിതാക്കൾ കണ്ടുപിടിക്കപ്പെട്ട് വച്ചിരിക്കുന്ന ആദ്യമായിട്ട് സുവിശേഷം എഴുതിയിരിക്കുന്ന ആളെന്ന് പറയുന്നത് മർക്കോസാണ്. മർക്കോസാണ് ആദ്യത്തെ സുവിശേഷം എഴുതിയത്. മർക്കോസിന്റെ സുവിശേഷത്തെ ബേസ് ചെയ്തുകൊണ്ട്, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെ ഒരു മാനദണ്ഡമായിട്ട് എടുത്തുകൊണ്ടാണ് ലൂക്കോസും മത്തായിയും എഴുതിയെന്ന് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. വെറുതെ പറയുന്നതല്ല, അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. വേദ പഠിതാക്കളുടെ ഇടയിൽ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. മർക്കോസിനെ പ്രധാന ഉപാധിയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് മത്തായിയും ലൂക്കോസും എഴുതിയെന്നുള്ള ഒരു പൊതുവെ ഉള്ളൊരു ചിന്തയുണ്ട്. അതുകൊണ്ടാണ് മത്തായിലും ലൂക്കോസിലും ഒക്കെ മർക്കോസിൽ കാണുന്നത് പോലെ തന്നെ കാര്യങ്ങൾ ആവർത്തിച്ച് കാണുന്നു. എന്നാൽ മർക്കോസിൽ നിന്ന് ലൂക്കോസിനെ മത്തായിയെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം പറയാമോ? മർക്കോസിൽ നിന്ന് ലൂക്കോസിനെ, മത്തായിയും ലൂക്കോസിനെയും വ്യത്യസ്തമാക്കുന്ന, പെട്ടെന്ന് നമ്മൾ വചനത്തിലേക്ക് നോക്കുമ്പോൾ വ്യത്യസ്തമാക്കുന്ന ഘടകം എന്താ പറയാമോ? ഞാനിപ്പോ അവരെ 3 പേരെ ഒരു ടീമായിട്ട് നിർത്തുവാണ്. യോഹന്നാനെ അങ്ങോട്ട് മാറ്റി നിർത്തിയപ്പോൾ ഈ 3 പേരെ കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം തുടങ്ങുന്നത് യേശുക്രിസ്തു മരുഭൂമിയിൽ പോയി 40 ദിവസം ഉപവസിക്കുന്ന സംഭവത്തോടുകൂടെ, ആ ഭാഗത്തോടുകൂടെ മർക്കോസ് തുടങ്ങും. മത്തായിയും ലൂക്കോസും നമ്മൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജനന വൃത്താന്തം മുതലാണ്. അല്ലെങ്കിൽ 4 സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി എഴുതിയിരിക്കുന്ന 2 സുവിശേഷകരേ ഉള്ളൂ. അതാരൊക്കെയാണ്? മത്തായിയും. അത് മനസ്സിലാക്കി. യേശുക്രിസ്തു എവിടെ ജനിച്ചത്? എവിടെ? പറഞ്ഞിട്ടില്ല. സ്ഥലം ബേത്ലഹേം അല്ലേ? ബുദ്ധിയിലെ ബേത്ലഹേം. എവിടെ ജനിച്ചേ? നമ്മളെ കൊച്ചുകാലന്മാരെ ഏറ്റവും പാടുന്നുണ്ട്. മറിയത്തിൻ പൊന്മകനാ അല്ലേ? കേട്ടിട്ടുണ്ട്. എവിടെ? രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു ബഹുമാനപ്പെട്ട നമ്മുടെ പുതിയതായിട്ട് ഈ വർഷം വന്ന പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ടില്ല. പശുത്തൊട്ടി. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറം നിങ്ങളുടെ കാര്യങ്ങളുടെ പോക്ക്. അപ്പൊ വെരി നല്ല കാര്യം. വേദപുസ്തകത്തിൽ ആക്ച്വലി കർത്താവ് എവിടെയാ, മറിയ എവിടെയാണ് യേശുവിന് ജന്മം കൊടുത്തതെന്ന് എഴുതിയിട്ടില്ല. ഞാൻ പറഞ്ഞു മത്തായിലും ലൂക്കോസിലും യേശുക്രിസ്തുവിന്റെ ജനന വൃത്താന്തം എഴുതിയിട്ടുണ്ട്. പക്ഷെ എവിടെയാണ് വഴിയമ്പലത്തിൽ സ്ഥലമില്ലായാൽ, അത് ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് എഴുതിയിരിക്കുന്നത്. യേശുവിനെ എവിടെ കിടത്തി? പശുക്കുട്ടിയെ കെടുത്തി പുൽത്തൊട്ടിയിൽ, അല്ലെങ്കിൽ പശുവിന് ഭക്ഷണം കൊടുക്കുന്ന ആ ഭാഗത്ത് അതിനെ ശീലകളിൽ പൊതിഞ്ഞ് കിടത്തി എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ എവിടെയാണ് ജന്മം നടന്നതെന്ന് നമുക്ക് അറിയത്തില്ല. എല്ലാവർക്കും വേണ്ടി എല്ലാം ആകാൻ എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. വഴിയോരത്ത് ജനിക്കേണ്ട അവസ്ഥ വരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഒഴിവാക്കപ്പെടാതിരിക്കാൻ എൻ്റെ ഒരു ചിന്തയാണ്. അവരോട് പറയരുത് എന്റെ അവസ്ഥ കർത്താവിന് അറിയത്തില്ല എന്ന് പറയരുത്. ഇത് എന്റെ ചിന്തയാണ്.
തീർച്ചയായിട്ടും വഴിയമ്പലത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അല്ലെങ്കിൽ വഴിയമ്പലത്തിൽ സ്ഥലമില്ല. എന്നാ വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെ അല്ലെങ്കിൽ ഇവിടെ പ്രസവമൊന്നും നടത്താൻ പറ്റുന്ന ഇവിടെ ലേബർ റൂമൊന്നും അല്ലാതെ പറഞ്ഞു വിട്ടതല്ല. അന്ന് അഗസ്തസ് കൈസറിന്റെ ആജ്ഞപ്രകാരം എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിൽ പോയി അല്ലെങ്കിൽ പിതാക്കന്മാരുടെ പട്ടണത്തിൽ പോയി പേർവഴി ചാർത്തണമെന്നുള്ള നിയമം വന്നതിന്റെ പേരിൽ ആൾക്കാർ ഇരച്ചിരമ്പി അവരവരുടെ സ്വന്തം സ്ഥലങ്ങളിലേക്ക് പോയ വഴിക്ക് വഴിയമ്പലത്തിൽ ഇവർക്ക് എന്ത് ചെയ്തില്ല. ഇവർ വന്നപ്പോഴത്തെ കാരണം സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കാം, ഒരു വളർച്ചാപൂർണ്ണതയിലെത്തിയ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ടുള്ള ഒരു സ്ത്രീയുമായി ഒരു പുരുഷൻ യാത്ര ചെയ്ത് പോകുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ലീഗലി അവരുടെ സമൂഹത്തിൽ നിയമപരമായിട്ട് ഇതുവരെയും പബ്ലിഷ് ചെയ്യത്തക്കവണ്ണമുള്ള ദൈവദൂതം വന്ന് ദൂതൊക്കെ പറഞ്ഞെങ്കിലും സത്യമാണെങ്കിലും യോസഫിന്റെ ഉള്ളിലും മറിയയുടെ ഉള്ളിലും ഈ സംഭവിച്ചതിനെ കുറിച്ച് എന്തായിരുന്നാലും മാനുഷികമായിട്ട് ആശങ്കകൾ നിലനിൽക്കുക. നമ്മുടെ മനസ്സിൽ ആശങ്ക ഉണ്ടെങ്കിൽ നമ്മുടെ യാത്രയുടെ വേഗത എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിന് പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ യാത്രയുടെ വേഗത എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളെ കണക്കിലെടുക്കുമ്പോൾ ജീവിത പ്രതികൂലങ്ങളുടെ നടുവിലാണ് ഇവർ ബദലഹേമിലേക്ക്. അപ്പൊ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഇവരവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെയുള്ള സ്ഥലത്തിന്റെ ലഭ്യത, അവൈലബിലിറ്റി ഇല്ലാതെയായി എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. എന്തായിരുന്നാലും കർത്താവ് നമുക്ക് വേണ്ടി എന്തുമായി തീരാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നത് കൊണ്ട് ആ വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കാനിടയായി. അപ്പൊ ഞാൻ ഇന്ന് ഓർപ്പിക്കുന്നത്, കർത്താവിന്റെ ജനന വൃത്താന്തത്തിൽ നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ ജനിച്ചെന്നറിയത്തില്ലെങ്കിലും ഈ പുൽത്തൊട്ടിയിൽ അല്ലെങ്കിൽ പശുത്തൊട്ടിയിൽ യേശുവിനെ കിടത്തിയെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ 4 സുവിശേഷങ്ങളിൽ ശരിക്കും പഠിക്കാൻ ഇവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആലോചിച്ചെഴുതിയവരല്ല. ഇവർ 4 പേരും പരസ്പരം ആലോചിച്ചെഴുതിയവരല്ല. എന്റെ ചിന്ത, ഇവര് 4 പേരും കൂടെ ആലോചിച്ചായിരുന്നെങ്കിൽ ഇന്നത്തെ അത്രയും അന്ന് പാപം വർദ്ധിച്ചിട്ടില്ലാത്തത് കൊണ്ടും ഇന്നത്തെ അത്രയും അന്ന് അസൂയയില്ലാത്തത് കൊണ്ടും തീർച്ചയായിട്ടും ഇവർ 4 പേരോട് ആലോചിക്കാനുള്ള അവസരം കിട്ടിയായിരുന്നെങ്കിൽ പൊതുവിൽ ഒരു ധാരണയിലെത്തിയനെ മതി. പക്ഷെ അതിനുള്ള അവസരം കിട്ടിയില്ല. അതിനവർ ശ്രമിച്ചും ഉണ്ടെന്ന് നമുക്ക് തെളിവുകളില്ല. എന്തായിരുന്നാലും 4 പേരും സുവിശേഷങ്ങൾ അവരവർക്ക് കിട്ടിയ കർത്താവിനെ കുറിച്ച് അവരവർക്ക് കിട്ടിയ ബോധ്യങ്ങൾ എന്ത് ചെയ്തു? വളരെ ഗൗരവമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുവാണ്. കിട്ടുന്ന ബോധ്യങ്ങൾ എപ്പോഴായിരുന്നാലും ഇന്നു മുതൽ നിങ്ങൾക്കൊരു പുതിയ ഒരു ഗൗരവമേറിയ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾക്ക് പോകുമ്പോൾ, ദൈവജനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പോകുമ്പോൾ, ചർച്ചിലാണെങ്കിലും ബൈബിൾ ക്ലാസ്സിലാണെങ്കിലും എവിടെ നിങ്ങൾക്ക് ദൈവവചനവുമായി ബന്ധപ്പെട്ടൊരു അവസരം കിട്ടുമ്പോഴല്ല ഇങ്ങനൊരു ബുക്ക്, ഈ ബുക്ക് തന്നെ വേണമെന്നില്ല, ഇതുപോലൊരു ബുക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? കയ്യിൽ കയറില്ല. വേറെ തന്നെയല്ല, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചിന്ത നമുക്ക് കിട്ടിയാൽ. ഞാനൊരു കാര്യം പറയാം. ദൈവം ഉദ്യമിപ്പിച്ചവർ അതാത് സമയങ്ങളിൽ കുറിച്ചു വെക്കാൻ തയ്യാറായതുകൊണ്ടാണ് ഈ വചനം നമുക്ക് കിട്ടി. ഇല്ലെങ്കിൽ കർത്താവിനെ കുറിച്ച് നമ്മൾ എന്തറിഞ്ഞേനെ, എങ്ങനെ ഗൗരവമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. മോശ തുടങ്ങി ഇങ്ങോട്ട് ദൈവം ആദ്യമായിട്ട് എഴുതിയതാരാ? വേദപുസ്തകം വിശ്വസിക്കുന്ന, വേദപുസ്തകം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ളതിൽ നമ്മൾ മനസ്സിലാക്കണം. ആദ്യമായിട്ട് എഴുതിയത് ദൈവമാണ്. ദൈവം കൽപ്പലകയിൽ പ്രമാണങ്ങൾ എഴുതി കൊണ്ടുവന്നു. അത് ദൈവകൃപയാൽ നമുക്ക് മനുഷ്യന് കിട്ടിയില്ല. എന്താ? മോശ അത് എറിഞ്ഞു ഉണച്ചു കളഞ്ഞു. രണ്ടാമത് പിന്നെ മോശയോട് പറഞ്ഞു, നീ മുമ്പിലത്തെ പോലെ ഒരു കൽപ്പലക ചെത്തി ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു. ദൈവം അത്ര മോശമൊന്നുമല്ല. നോർത്ത് ദൈവം കൈകൊണ്ട് എഴുതി അഗ്നിമയമായ പ്രമാണമെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞു. അത്രയ്ക്ക് ഗോൾഡൻ ലെറ്റേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അഗ്നിമയമായ ഒരു പ്രമാണമെന്ന ഒരു വിശേഷമോ കൽപ്പനയെ കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് നോക്കി, ഇത്ര ഗൗരവമായിട്ട് ദൈവം കൊടുത്തൊരു സാധനം മോശ കൊണ്ട് എറിഞ്ഞുടച്ചു. എന്നാലും ദൈവം മോശയുടെ കോപത്തെ സഹിച്ചു. രണ്ടാമത് മോശ തിരിച്ചു വിളിച്ചു. മോശ കൽപ്പനകളുമായിട്ട് പോയി എഴുതി തുടങ്ങി. ദൈവം തന്നെ എഴുതി കൊടുത്തു, തന്റെ വിരലുകൾ കൊണ്ട് എഴുതി കൊടുത്തു. ആ പ്രമാണം അനേക നാളുകൾ ഉണ്ടായിരുന്നു, ഇസ്രായേലിന്റെ കാലങ്ങളിലുണ്ടായിരുന്നു. അതിനുശേഷം മോശയെ കൊണ്ട് ന്യായപ്രമാണം എല്ലാം എഴുതി വെപ്പിച്ചു. പിന്നെ സമയാസമയങ്ങളിൽ ഓരോരുത്തരെ ദൈവം വിളിച്ച് ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. അവരൊക്കെ എഴുതി വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത്, എഴുതി വെക്കണം. നമ്മുടെ കരങ്ങളിൽ കിട്ടുന്ന എഴുതി വെക്കണം. അറ്റ്ലീസ്റ്റ് നമ്മുടെ കുഞ്ഞുങ്ങളെങ്കിലും നാളെ
ഡേറ്റ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, DAKE, ഡേറ്റ്സ് ബൈബിൾ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എവിടെയെങ്കിലും ബൈബിൾ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ സെന്റ്മാർട്ടിലുള്ള ബൈബിൾ സൊസൈറ്റിയുടെ യൂണിറ്റസിലും ഒക്കെ ഉണ്ടെന്ന് ബുക്ക് സ്റ്റോറുണ്ട്, അവിടെയൊക്കെ പോയി നോക്കണം. അവിടെയൊക്കെ പോയി നോക്കുമ്പോൾ ഡേറ്റ്സ് ബൈബിൾ, DAKE ഡേറ്റ്സ് ബൈബിൾ ഉണ്ട്. ആ ഡേറ്റ്സ് ബൈബിളിന്റെ വിപത്തിയെ കുറിച്ച് പറയുന്നത് ഒരു മനുഷ്യൻ ക്രമം തെറ്റാതെ ഓരോ ദിവസവും ബൈബിൾ വായിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഉൾക്കാഴ്ചകളുണ്ട്, ഹൃദയത്തിൽ തോന്നുന്ന പ്രത്യേക ചിന്തകൾ ഒരു ഭാഗമായി അദ്ദേഹം അത് എഴുതി വെച്ചു. ഇതിൽ അദ്ദേഹത്തിന്റെ മരണസമയത്ത് അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹത്തിന്റെ മുറി പരിശോധിച്ചപ്പോൾ കെട്ടുകണക്കിന് കൊടുത്തു. അതെല്ലാം കൂടെ എടുത്ത് ചേർത്താണ് ഡേറ്റ്സ് ബൈബിൾ ഉണ്ടാക്കിയതെന്ന് ഞാൻ അതിന്റെ ചരിത്രത്തെ കുറിച്ച് ഇങ്ങനെ കേട്ടു. വലിയ പാടൊന്നുമില്ലല്ലോ, ഓരോ ദിവസം ധ്യാനിക്കുന്ന അത്ര എഴുതി വെച്ചാൽ മതി. ഒരു ചാപ്റ്റർ ആയിരിക്കും, അല്ലെങ്കിൽ 10 വാക്യമായിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കി, ഈ ഭാഗത്തും ദൈവം എന്നോട് എന്ത് സംസാരിച്ചു, അത് കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത തലമുറയ്ക്ക് ഒരു അനുഗ്രഹമാവും. അപ്പൊ ദൈവത്തിന് നമ്മളെ കുറിച്ച് ഉദ്ദേശമുണ്ട്. അപ്പൊ നിങ്ങൾ സുവിശേഷം വരെ ആരംഭിച്ചു, ബൈബിൾ കോളേജിൽ പഠിച്ച് 3 വർഷം BTH കഴിഞ്ഞിട്ട് സുവിശേഷം വരെ ആരംഭിക്കാൻ നോക്കിയിരിക്കുന്ന നമുക്ക് എന്തെങ്കിലും ദൈവം പ്രകാശനം തരുന്നത്, ഞാൻ പറയുന്ന ഒരു മെസ്സേജ് കേട്ടു, ഒരു പുതിയ ചിന്ത ദൈവം നമുക്ക് തന്നു, അറ്റ്ലീസ്റ്റ് ഒരാളോടെങ്കിലും അത് പറയണം, അല്ല ഷെയർ ചെയ്യണം. ഇന്നിപ്പോ വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ലോകത്തിന് ഇടയ്ക്കിരുന്ന് ചെയ്യരുതെന്നുള്ളതേ ഉള്ളൂ. പിന്നെ സമയം പോലെ നിങ്ങളെ ചിന്തിപ്പിച്ച കാര്യം, നിങ്ങളെ പ്രചോദിപ്പിച്ച കാര്യം നിങ്ങൾ എഴുതി വിടുമ്പോൾ അത് ചിലപ്പോൾ ആ ഒറ്റ വാചകമായിരിക്കാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആശ്വാസം. അപ്പൊ സുവിശേഷവേല ഇനിയും 3 വർഷം കഴിഞ്ഞ് തുടങ്ങാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട. നിങ്ങൾ ഈ ദൈവവചനത്തിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ വ്യക്തിപരമായ വായനയിലും ക്ലാസ്സിൽ വരുമ്പോഴും അല്ലെങ്കിൽ ചർച്ചയിൽ പോകുമ്പോൾ ദേവദാസന്മാർ സംസാരിക്കുമ്പോഴും ഒക്കെ കിട്ടുന്ന ചിന്തകൾ നിങ്ങൾ കുറിച്ച് വെച്ചിട്ട് നിങ്ങളെ എന്താണ് സ്പർശിച്ചത് അത് നിങ്ങൾ നോക്കി. ഇനിയും അത് കുറെ കാലം കഴിഞ്ഞിട്ടെടുത്ത് പുറകോട്ട് തിരിച്ചു നോക്കിയാൽ, ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ പറയാം, അതൊക്കെ ഭയങ്കര ചലിക്കുന്ന വാക്കുകളായിട്ട് നമുക്ക് ഓരോ സന്ദർഭങ്ങളിൽ എവിടെയൊക്കെയോ. ഇപ്പൊ മിനിഞ്ഞാന്ന് കേട്ട ദൈവത്തിന്റെ വചനം ഇന്നലെ എൻ്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു അനുഭവത്തിൽ അതൊരു വലിയ അനുഗ്രഹമായി തീർന്നത് നാളെ ഇന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ മനസ്സിലാക്കാം. ഇങ്ങനെയൊക്കെ ദൈവം മുന്നമേ നമുക്ക് കരുതലുകൾ നൽകുന്ന ദൈവമാണ്. വേദപുസ്തകം ചരിത്രം നോക്കിക്കോണം, ദൈവത്തെ പിൻപറ്റുന്നവരുടെ അനുഗ്രഹങ്ങളെല്ലാം മുന്നമേ ആയിരുന്നത്. ഒറ്റ ഉദാഹരണം പഴയ നിയമത്തിൽ പറഞ്ഞാൽ 5 ദിവസം കൊണ്ട് ഈ ഭൂമിയിൽ വേണ്ടതെല്ലാം സൃഷ്ടിച്ചതിന് ശേഷമാണ് ഒരു മനുഷ്യന് വേണ്ടി എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം സൃഷ്ടിച്ചതിന് ശേഷമാണ് 6ാമത്തെ ദിവസം ദൈവം മനുഷ്യനെ. അല്ലാതെ മനുഷ്യൻ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കി ജീവശാസ്ത്ര ബോധ്യം കൊണ്ട് എഴുന്നേറ്റിരുന്നപ്പോൾ എല്ലായിടവും മരുഭൂമി, അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി ഇവിടെ നോക്കി അവിടെ നോക്കി, ഒന്നും കാണാൻ ഇതല്ല. 5 ദിവസം കൊണ്ട് ദൈവം ഒരു മനുഷ്യന്റെ ഭൂമിയിലെ നിലനിൽപ്പിന് എന്തെല്ലാം ആവശ്യമുണ്ട്. ഇനിയും ആഴത്തിൽ തന്നെ പിന്നെ ചിന്തിപ്പിക്കുന്നത്, ഈ ഭൂമിയെ ഇത്രയോ ഒരുക്കിയെടുത്തത് ഒരു മനുഷ്യനെ പ്രതിയാ ദൈവം അന്ന് അത്ര ഒരുക്കും. അതിനകത്തെ തലമുറയെല്ലാം ദൈവം അതിനകത്തൂടെ കണ്ടിരുന്നു. എങ്കിൽ തന്നെയും ആരംഭത്തിൽ ഒരു മനുഷ്യനെ ഒറ്റ ഒരുവനെ പ്രതിയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ദൈവം, ഈ ഭൂമിയെ മുഴുവൻ ദൈവം രൂപപ്പെടുത്തിയെടുക്കും. എത്ര കരുതല ദൈവത്തിന്റെ നോക്കണം. ആ ദൈവമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ മടങ്ങി വരട്ടെ. ഈ യേശുക്രിസ്തുവിന്റെ ജീവിതവും ശുശ്രൂഷയും, ഈ ജീവിതം നമുക്ക് മനസ്സിലാക്കാൻ, ശുശ്രൂഷ നമുക്ക് മനസ്സിലാക്കാൻ ഈ വ്യക്തികളെ ദൈവം ഉദ്യമിപ്പിച്ചു. അവരാ ഉദ്യമം തിരിച്ചറിഞ്ഞു. ആ സമയങ്ങളിൽ അവരതെന്ത് ചെയ്തു? രേഖപ്പെടുത്തി, കുറിച്ചു വെച്ചു. ഡയറി കുറിപ്പുകൾ പോലെ അവരുടെ ബോധ്യങ്ങൾ, അവർക്ക് കിട്ടിയ വെളിപ്പാടുകൾ, പ്രകാശനങ്ങൾ അവർ കുറിച്ചു വെച്ചു. അതുകൊണ്ട് നമുക്കിന്ന് സുവിശേഷങ്ങൾ ലഭിക്കാനിടയായി. അതുകൊണ്ട് ഞാൻ അവിടെ നിങ്ങൾക്ക് ഒരു ആഹ്വാനം തന്നതാണ്, നിങ്ങൾ കുറിച്ചു വെക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന ബോധ്യങ്ങൾ കുറിച്ചു വെക്കണം. ഇന്ന് പോലെ തീരുമാനിക്കണം, ഒരു ഡയറി കരുതണം, അല്ലെങ്കിൽ ഒരു ബുക്ക്, അറ്റ്ലീസ്റ്റ് ഇതുപോലൊരു ബുക്കെങ്കിലും കരുതണം. കിട്ടുന്ന ചിന്തകളൊക്കെ, അറിവുകൾ, ബോധ്യങ്ങൾ അത് നിങ്ങൾ കുറിച്ചു വെക്കണം. അത് നിങ്ങൾക്കും അടുത്ത തലമുറയ്ക്കും പ്രയോജനമാകുന്നതിന് യാതൊരു സംശയവും. അങ്ങനെ അവർ കുറിച്ചു വെച്ചപ്പോൾ അന്ന് അവർ തമ്മിൽ, നമ്മൾ തിരിച്ചു പോയ അവിടെ നിന്നാണ്, അന്ന് അവർ തമ്മിൽ ആലോചിക്കുകയോ പ്ലാൻ ചെയ്യുകയോ ഒന്നും ചെയ്തില്ലെങ്കിലും ഇതെല്ലാം കൂടെ ചേർത്ത് വന്നപ്പോൾ ഇതിനെല്ലാം ഓരോ പ്രത്യേകതകളുള്ളതായിട്ട് ഇന്നും കണ്ടുപിടിക്കപ്പെട്ടുണ്ട്. അപ്പൊ അതിനകത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഉദ്യമം നൽകി നമ്മളെ രേഖപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിനൊരു പ്രത്യേകതയുണ്ട്, നിലനിൽക്കുന്ന പ്രത്യേകത. അത് നമ്മൾ
രേഖപ്പെടുത്തും. അത് നമ്മൾ പറയണം. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള വേദപുസ്തകത്തിന്റെ ഓരോ പുസ്തകങ്ങളിലൂടെയും നമ്മൾ കടന്നുപോയാൽ ഇതെല്ലാം ഒറ്റ ഒരു എഴുത്തുകാരൻ എഴുതിയതുപോലെയുള്ള യോഗ്യതയുണ്ട്. തമ്മിൽ യോജിക്കും. കാരണം എന്താ? അതിന്റെ പിന്നിൽ പ്രേരണ നൽകിയത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന അധ്യാപകരോ ഇനിയും എവിടെ നിന്ന് നമുക്ക് വിസിറ്റിംഗ് പ്രൊഫസേഴ്സ് ആയിട്ട് ആൾക്കാർ വന്നിരിക്കും. പക്ഷെ ഇതെല്ലാത്തിനകത്ത് അപൂർണതകളോ, എല്ലാവരുടെ അറിവിന് അപൂർണതകളോ. എന്നോട് ചിലപ്പോൾ ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞിരിക്കും. 100%. അറിയാമെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ അറിവില്ല എന്നായിരിക്കും പറയുന്നത്. നിങ്ങൾ ഡൗട്ടുകളുമായിട്ട് വന്നാൽ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം അപൂർണതയുള്ളവർ. എവിടുന്നെങ്കിലും നമുക്ക് അതിന്റെ മറുപടി കണ്ടെത്താൻ പറ്റും. പക്ഷെങ്കിൽ അപൂർണതയില്ലാത്തത് ദൈവത്തിന്റെ ആത്മാവാണ്. ആ ആത്മാവാണ് ദൈവത്തിന്റെ വചനം നമുക്ക് തന്നത്. അതുകൊണ്ട് ആത്മാവിൽ നമ്മൾ ആശ്രയിക്കുക. അപ്പോൾ ഈ ആത്മാവിന്റെ പ്രേരണയിൽ എഴുതിയതുകൊണ്ട് നമ്മൾ ഒറ്റ നോട്ടത്തിൽ വായിക്കുമ്പോൾ മത്തായിയും മർക്കോസും ലൂക്കോസും യോഹന്നാനും തമ്മിൽ ഒത്തിരി സമാനതകളും ഒത്തിരി ആവർത്തനങ്ങളും ഉണ്ടെങ്കിൽ, പല സംഭവങ്ങളും ആവർത്തിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നെങ്കിലും, ഇവർ 4 കൂട്ടരും 4 വീക്ഷണത്തിൽ നിന്നാണ് ഇവർ എഴുതിയിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എത്ര വലുതാണെന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. നമ്മളും ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന നമ്മളും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന് പ്രകാരം വന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വന്തം ഇഷ്ടത്താലോ യാദൃച്ഛികമായിട്ടോ അല്ല എന്നുള്ള വാചകം ഞാൻ ഓർപ്പിച്ചത്. മറന്നുപോലെ അത് ഹൃദയത്തിൽ ആഴ്ത്തി വെച്ചേക്കണം. സ്വന്തം ഇഷ്ടത്താലും അല്ല, യാദൃച്ഛികമായിട്ടും അല്ല നിങ്ങൾ ഇരിക്കുന്നത്. ദൈവത്തിന് നിങ്ങളെ കുറിച്ച് നിയോഗം, ദൈവത്തിന്റെ ഉദ്ദേശം. ആ ഉദ്ദേശം നിവർത്തിക്കാൻ വേണ്ടിയാണ് ഈ മത്തായി എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ മത്തായി ഒരു നല്ലൊരു യഹൂദനായി. ഇതിനകത്ത് 2 പേര് യഹൂദന്മാരും 2 പേര് അല്ലാത്തവരുമാണ്. ഈ ലൂക്കോസ് പക്ക ഗ്രീക്കുകാരനാണ്. മത്തായിയും മർക്കോസും യോഹന്നാനും. എനിക്കത് മർക്കോസും യഹൂദ ഒരു കൺഫ്യൂഷൻ പെട്ടെന്ന് പറഞ്ഞു. എനിവേ മത്തായി നമുക്കറിയാം കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു. ചുങ്കസ്ഥലത്തിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്? കർത്താവ് വിളിക്കുന്നത്. അദ്ദേഹം കർത്താവിനോട് സഞ്ചരിച്ചു. വലിയ അത്ഭുതങ്ങളൊന്നും ചെയ്തതായിട്ട് കാണാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. കർത്താവിനോട് കൂടെ നടന്നു. പത്രോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി പത്രോസിനെ കുറിച്ച് 10 വാചകം എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം. പക്ഷെ മത്തായിയെ കുറിച്ച് പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ നമുക്കൊന്നും പ്രത്യേകിച്ച് കിട്ടാനില്ല. അന്ത്രയോസിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്, ഫിലിപ്പോസിനെ കുറിച്ച് പറയാനുണ്ട്. എന്നാൽ ചില അപ്പോസ്തലന്മാരെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ചിലരെ കുറിച്ച് നമുക്ക് പ്രത്യക്ഷത്തിൽ ഒന്നും പറയാൻ. എത്ര അപ്പോസ്തലന്മാരുണ്ടായിരുന്നു? ശിഷ്യന്മാർ എത്ര പേരുണ്ടായിരുന്നു? 2-നും 12 കേട്ടു. ശിഷ്യന്മാർ എത്ര ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 12 പേരുണ്ടായിരുന്നു. അപ്പോസ്തലന്മാർ എത്ര ഉണ്ട്? കർത്താവിന് ശിഷ്യന്മാർ എത്ര ഉണ്ടായിരുന്നു എന്ന് വേദപുസ്തകത്തിൽ കണക്കില്ല. ഇന്ന് രാത്രി ഓർത്തോണം, വന്നുപോയില്ല. നിങ്ങളുടെ ബൈബിൾ കോളേജ് ആയതുകൊണ്ടല്ല ഇതെല്ലാം പറയുന്നത്. അപ്പൊ എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു എന്നുള്ളതിന് വേദപുസ്തകത്തിൽ ഒരു കണക്കും ഇല്ല. പക്ഷെങ്കിൽ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചിട്ട് അവരിൽ നിന്ന് 12 പേരെ തെരഞ്ഞെടുത്ത് ചില പ്രത്യേക ഉത്തരവാദിത്വങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തു. അവർക്കിട്ട പേരാണ്. മനസ്സിലായത്? ആ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് മത്തായി. നമുക്കറിയാം. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാം. ഈ സുവിശേഷങ്ങൾ ചേർത്ത് വെച്ചപ്പോഴാണ് ഇതിന്റെ പ്രത്യേകതകൾ മനസ്സിലായത്. അതിന് മുമ്പ് നമുക്കറിയത്തില്ല. ഒറ്റപ്പെട്ട് മത്തായി സുവിശേഷം മാത്രമായിരുന്നു നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇതിന്റെ പ്രത്യേകത നമുക്ക് അറിയത്തില്ല. പക്ഷെ ഈ 4 സുവിശേഷങ്ങളും കൂടെ ചേർത്ത് വെച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ 4-നകത്തും പലതും ആവർത്തിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവർ 4 പേരും എഴുതിയിരിക്കുന്നത് പ്രത്യേക ഓരോ വിഭാഗത്തെ, ഇവിടെ നിങ്ങൾ അതിന്റെ ഉത്തരങ്ങൾ പലരും പറഞ്ഞു കഴിഞ്ഞു, പ്രത്യേക ഓരോ വിഭാഗത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് എഴുതി. എന്ന് പറഞ്ഞാൽ അവരെഴുതിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഓരോ വിഭാഗം ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവരെഴുതിയിരിക്കുന്നത്. അപ്പൊ മത്തായി യേശുവിന്റെ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലാണ്. നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് അതായിരുന്നു. അതായത് അപ്രസക്തർ നമുക്ക് തോന്നി ഇവരെന്തോ ചെയ്തു, ഇവരൊന്നും ഇൻവോൾവ് ചെയ്തില്ലല്ലോ എന്ന് നമുക്ക് തോന്നും.
യൂദാ പോയ ഒഴിവിലേക്ക് പത്രോസും കൂട്ടിലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം പറഞ്ഞു, ഹൃദയത്തിലൊരു പ്രേരണ കൊടുത്തു. ഇപ്പൊ 11 പേരേ ഉള്ളൂ, അതെന്താകണം? 12 ആകണമെന്നൊരു പ്രേരണ തോന്നി. അവര് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവം അവരുടെ ഹൃദയത്തിൽ പ്രേരണ കൊടുത്തിട്ട് ആ വിടവ് നികത്താൻ വേണ്ടി ഒരാളെ തെരഞ്ഞെടുത്തു. ആരാ? മത്യാസ്. പക്ഷെ മത്യാസിനെ കുറിച്ച് പിന്നെ ഇങ്ങോട്ട് എങ്ങും കാണുന്നില്ല. എന്നാ ഒരു കാര്യം ഓർത്തോണം, ഞാൻ ഇത്രയും സംഭവം ഇങ്ങനെ പറഞ്ഞു പിടിപ്പിച്ചുകൊണ്ട് വരുന്നതിന്റെ ഒരു കാരണം പറയാം. ആരും ദൈവ മുമ്പിൽ അപ്രസക്തരല്ല. ഇത് മനസ്സിലാക്കുക. നമ്മൾ വിചാരിക്കുക ആ പുള്ളി എന്തിനാ വന്നിരിക്കുന്നത്, നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. നമ്മൾ ചിലരെ തട്ടിട്ട് പറയും, ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ എന്ന് ചോദിക്കാറ്. അങ്ങനെ അങ്ങനെ മത്തായിയോടൊക്കെ ആദ്യമേ ചോദിക്കണം, വെറുതെ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതി. ഇനി അത് മാത്രമല്ല, ഒരു ഇൻസിഡന്റോടെ ഞാൻ കൂട്ടുപിടിക്കുക വേദപുസ്തകത്തിൽ നിന്ന്. അത് ഞാനിത് പറഞ്ഞതുകൊണ്ട് അയ്യോ ടൈറ്റസ് പാസ്റ്റർ പറഞ്ഞ് ഇനിയിപ്പോ ഇതുപോലെ ഇരിക്കാം എന്നും ചിന്തിച്ചു കളയരുത് നിങ്ങളാരും. ഇപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ സാരം നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം. വേദപുസ്തകത്തിൽ നോക്കിയോ, പൗലോസിനെ ഞാനൊന്ന് കൂട്ടുപിടിക്കുക. പൗലോസ് പറയുന്നു, ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്, പ്രയോജനമുള്ളതും പ്രയോജനമില്ലാത്തതും, മാനം കൂടിയതും മാനം കുറഞ്ഞതുമായ അവയവങ്ങളുണ്ട്. എല്ലാത്തിനെയും അതതിന്റെ ഉദ്ദേശ നിവൃത്തിക്ക് വേണ്ടി ദൈവം ചെയ്തിരിക്കുന്നു, വെച്ചിരിക്കുന്നു. ഒരു കോശം നമ്മൾ കാണുന്നില്ല, ലക്ഷക്കണക്കിന് കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഒരു കോശത്തിന് അണുബാധ ഉണ്ടായാൽ അത് വലിയ പ്രശ്നമുള്ള അണുബാധയാണെങ്കിൽ അത് മറ്റു കോശങ്ങളിലേക്ക് എന്ത് ചെയ്യും എന്നോർക്കും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ എല്ലാവർക്കും ഓരോ ദൗത്യമുണ്ട്. ശരീരത്തിലെ അവയവങ്ങൾ പോലെ നമുക്ക് എല്ലാവർക്കും ഓരോ ദൗത്യമുണ്ട്. എല്ലാ അവയവങ്ങളും ഒരു പക്ഷെങ്കിൽ പ്രത്യക്ഷമായിട്ട്, ഇപ്പൊ ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എന്റെ തല അനങ്ങുന്നുണ്ട്, എന്റെ വായ അനങ്ങുന്നുണ്ട്, എന്റെ കൈ അനങ്ങുന്നുണ്ട്, ഞാൻ പിന്നെ മൊത്തത്തിൽ അനങ്ങുന്നുണ്ട്. അപ്പൊ നമ്മളൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത്, എന്നാൽ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവയവങ്ങൾ നമ്മുടെ ശരീരത്തിനുള്ളിലും. ഇതൊന്നും അനങ്ങുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഹാർട്ട് വളരെ പ്രധാനപ്പെട്ടതും വളരെ വിലയുള്ളതുമായ അവയവങ്ങൾ എവിടെ ഇരിക്കുന്നു? അകത്തായിരിക്കുന്നു. അത് ഓർത്തോളം. അതുകൊണ്ട് ഈ കൈ അനങ്ങുന്നു, ഭയങ്കര ശബ്ദം ഉണ്ടാക്കുന്നു, കണ്ണങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു, വിഷ് ചെയ്യുന്നു, കാലാണെങ്കിൽ ഓടുന്നു, ഭയങ്കര കാര്യങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് ഇവരൊക്കെയാണ് വലിയ മിടുക്കന്മാരെന്നുള്ള ചിന്ത ഇന്നെങ്കിലും നമ്മുടെ മനസ്സിൽ നിർത്തുക. ഇതിനേക്കാൾ മിടുക്കന്മാരകത്തിരിപ്പുണ്ട്. അവര് പരിപാടി മുടക്കിയാൽ മുടക്കിയത് തന്നെ. അത് ഒരു പരിധി വരെ ആൾക്കാർക്ക് അറിയത്തില്ല. അത് പണ്ടൊക്കെ മാറനടിച്ചെന്നാ പറയുന്നത്. അപ്പച്ച മരമ്പത്തൂടെ പോയപ്പോ മാറനടിച്ചു, അപ്പച്ച അവിടെ കിടന്നു, പിന്നെ എടുത്തോണ്ട് വന്നു, പിന്നെ നോക്കിയപ്പോ ശാസ്ത്രം ഇല്ലാതായി. ഇപ്പോഴാണ് മനസ്സിലായ അറ്റാക്ക് മനസ്സിലായി. അതൊക്കെ കണ്ടുപിടിച്ചത്. പക്ഷെ എന്റെ കൊച്ചിനെ കണ്ടിട്ടുള്ള മാറനടിച്ചെന്നൊക്കെ പറഞ്ഞു. മാറനടിച്ചതൊന്നുമല്ല, അതൊക്കെ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളായിരുന്നു. ഇന്ന് നമ്മൾ എന്ത് ചെയ്തു, ഇതിനെയൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തു, കണ്ടുപിടിച്ചു. ഹാർട്ട്, കിഡ്നി, ലിവർ, നമ്മുടെ അവയവങ്ങൾ. അപ്പോൾ ആന്തരിക അവയവങ്ങൾ പലതും നമ്മൾ കാണുന്നില്ലെങ്കിലും അവർ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചൊന്നും നമ്മൾ, ഹാർട്ട് അവിടെ ഇരുന്ന് എത്ര കൃത്യമായി ഇടിച്ചുകൊണ്ടിരിക്കുക, അത് അതിനെ മിടിക്കുക, ഹാർട്ട് മിടിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ഇതൊക്കെ അറിയുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. ചെറിയ വേദന പെരുപ്പൊക്കെ വരുമ്പോഴാ ശ്രദ്ധിക്കുക. അത് പറയുമ്പോൾ തന്നെ എന്റെ ആ പടം ഇതുവരെ ഇടിച്ചോണ്ടിരുന്ന ആ ഭാവമേ ചിന്തിച്ചു കഴിക്കും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇതൊന്നും നമ്മള് മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഓരോ അവയവങ്ങളും അതതിന്റെ പ്രവൃത്തി ചെയ്യും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആരും ദൈവ മുമ്പിൽ അപ്രസക്തരല്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വം. സൈലന്റ് ആയിട്ടിരിക്കുന്ന പലരെയും കാണാം, അവരുടെ ജീവിതത്തിൽ വലിയ ഉത്തരവാദിത്വം. ഇനി ഞാൻ എന്റെ കൈ വലിയ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത് കൊണ്ട് എന്റെ കൈ പറയുക ഞാനാണ് ശരീരം എന്ന് പറഞ്ഞാൽ അതും പോലത്തെ. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അതും തെറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സ്ഥാനത്തിലേക്ക് വന്നിട്ട് അതിന്റെ ഭാഗത്തേക്ക് പോവാം. മത്തായി യേശുവിന്റെ കൂടെ നടക്കുമ്പോൾ പ്രത്യേകിച്ച് വെളിപ്പാടൊന്നും പറഞ്ഞില്ലെങ്കിലും, വലിയ അന്ത്രയോസിനെ പോലെ ബാലകനെ കണ്ടെത്തി കൊണ്ടുവന്നില്ലെങ്കിലും, യോഹന്നാനെ പോലെ മാറോട് ചേർന്നിരുന്നില്ലെങ്കിലും, മത്തായിയുടെ കാര്യത്തിലൊന്നും നമുക്ക് അങ്ങനെ പ്രത്യേകം എടുത്തു പറയത്തക്കവണ്ണം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും, അദ്ദേഹം തന്റെ ശുശ്രൂഷ, ദൈവം അദ്ദേഹത്തെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, അദ്ദേഹം വലിയൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അതാ പറയാൻ, യേശുവിന്റെ കൂടെ നടക്കുന്ന ഓരോ സന്ദർഭത്തിലും യേശുവിന്റെ പ്രവൃത്തികളും ഉപദേശങ്ങളും അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു, കുറിച്ചു വെച്ചു, രേഖപ്പെടുത്തി വെച്ചു. അത് പിന്നത്തേതിൽ
ഇന്ന് നമുക്ക് അനുഗ്രഹമായി നമ്മുടെ കരങ്ങളിൽ രക്ഷ. വിദ്വാൻമാര് വന്നെന്ന് പറയുന്നത് എത്ര വിദ്വാൻമാരാണ് കേൾക്കുന്നത്? എന്റെ വേദോസ്തത്തിലില്ല, 2-3 പറഞ്ഞു. എന്റെ ബൈബിളിൽ ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞ് എന്നെ കുറെ വർഷങ്ങളായിട്ട് എന്നെ കളിപ്പിച്ചു. കഴിഞ്ഞ ദിവസം നമ്മുടെ സൈമൺ സാറ് പറഞ്ഞ പോലെ ഞാൻ നോക്കി, ഞാൻ പിന്നെ വീട്ടിൽ പോയി നോക്കുക, പിന്നെ 3 പറയുമ്പോൾ എവിടെ വന്നിട്ടില്ല. കിഴക്കുന്ന വിദ്വാൻമാര് വന്നെന്ന വേദോസ്തത്തിൽ എഴുതിയിട്ടുള്ളൂ. അത് യേശുദാസ് പാടിയിട്ടുണ്ട്. അത് പിന്നെ ബൈബിൾ വലിയ പരിചയം ഇല്ലാത്തവരൊക്കെ പാട്ട് എഴുതുന്നവരൊക്കെ എഴുതിയോണ്ടാ. പിന്നെ 3 രാജാക്കന്മാരെത്തി അങ്ങനെ പാട്ടില്ല, പഴയ യേശുദാസിന്റെ പാട്ട്. 3 രാജാക്കന്മാരെത്തിയെന്ന് വേദോസ്തത്തിലില്ല. വിദ്വാൻമാര് വന്നു. പിന്നെ നമ്മൾ ഈ 3 എവിടുന്നാ പിടിച്ചെന്നറിയാമോ? പൊന്നെ മൂരെ കുന്തിരിക്കുക. അങ്ങനെ 3 സ്ഥാനങ്ങൾ എന്ത് ചെയ്തു കാഴ്ച വെച്ചു. അതുകൊണ്ട് നമ്മൾ പറയാം 3 പേരാണ്. അതുപോലെ വലത്തെ കള്ളനാണോ ഇടത്തെ കള്ളനാണോ യേശുവിനെ അംഗീകരിച്ചത് തള്ളിപ്പറഞ്ഞു വേദത്തിലുണ്ട്. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തനെന്ന് എഴുതിയിട്ടുള്ളൂ, ആരാണെന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ബൈബിൾ വായിക്കാൻ ഒരു പ്രേരണയാകും ഈ 3 വർഷം പഠിക്കുന്ന കൂട്ടത്തിൽ. അതൊക്കെ ബൈബിളിലുണ്ടാകുന്ന വലിയൊരു ഗുണം. പിന്നെ ഞങ്ങൾക്കും ഒരു ഗുണം ഉണ്ടായി ഒന്നുകൂടെ ബൈബിൾ വായിക്കാൻ. നിങ്ങൾ വല്ല ഡൗട്ട് ചോദിച്ചാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഈ നോട്ട് ഒന്ന് വായിക്കുകയോ ഒന്ന് പഠിക്കുകയോ ചെയ്യാത്തത്. ഞാൻ പറഞ്ഞത് വചനം എത്രത്തോളം ആവർത്തിച്ച് വായിക്കുന്നു അത്രത്തോളം നമ്മൾ അജ്ഞത മാറും. എത്രയും വചനം ആവർത്തിച്ച് കേൾക്കുന്നു അത്രത്തോളം നമ്മൾ പുതിയ ആത്മീയ ജീവനിലേക്ക് വരും. ഞാൻ കാര്യം പറയാം, അനുഭവത്തിൽ നിന്ന് പറയാം. നൂറുകണക്കിന് ആൾക്കാർ അനുഭവമുള്ളവർ നമ്മുടെ ഇടയിൽ ഉണ്ട്. നിങ്ങൾ എൻ്റെ അനുഭവസ്ഥരാണ്. വചനം ഓരോ പ്രാവശ്യം കേൾക്കുന്നതിന് നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഗ്രഹം വരുന്നുണ്ട്. നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നില്ലെന്നുള്ളതേ അറിയുന്നില്ലെന്നുള്ളത്. ബൈബിൾ ക്ലാസ്സിലായാലും ശരി, പാട്ട് പാടുമ്പോഴായാലും ശരി, പാട്ടിനകത്തോട് നമ്മൾ പാടുന്ന വചനമാണ്. അതുകൊണ്ട് ആദ്യത്തെ റോയ് ഭാഷ പറഞ്ഞാൽ ആദ്യത്തെ പരിചയം നമ്മൾ വർഷിപ്പാണ്. വർഷിപ്പ് രീതിയിൽ നമ്മൾ ഇടപാടിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ചിന്തിക്കരുത്. ഈ ക്ലാസ്സിന് ആദ്യത്തെ സമയത്തുള്ള വർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പല ജോലികളിലാണ്. ഓഫീസിലെ കാര്യം, വീട്ടിലെ കാര്യം, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഡോർ വന്നിങ്ങോട്ട് കയറാൻ നേരത്തെ ഭാര്യ വിളിച്ചു പറഞ്ഞത് ഇന്ന സാധനം മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഇതെല്ലാം കൂടെ മനസ്സിലാക്കി ഇരിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ വന്നൊരു ഏകാഗ്രതയിലേക്ക് വരണമെങ്കിൽ ആദ്യം എല്ലാം ഒന്ന് ഒരു ഒരുമയിലേക്ക് വരണം. അതിന് ദൈവം കർമ്മ കൊടുത്ത് ദേവദാസം നമുക്ക് ലീഡ് ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞത് ആ സമയത്തേക്ക് ഇങ്ങ് വരണം, കഴിവുള്ളത്തോളം മാക്സിമം. ചിന്തകന്മാർ പറഞ്ഞിരിക്കുന്ന പോലെ ഈ വിൽ, ഇച്ഛ ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊരു വഴിയുണ്ട്. പക്ഷെ ഇച്ഛ വെക്കണം. നമ്മുടെ ഇച്ഛ എന്താണെന്നറിയാമോ? എനിക്ക് തോന്നുന്നില്ല ഇത് നടക്കും. ഒരു ഇച്ഛയാണ്. എന്ത് ചിന്തിക്കുന്നോ അതിന്റെ പിന്നിലൊരു വഴിയുണ്ടെന്നാണ്. അത് നെഗറ്റീവോ പോസിറ്റീവോ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഈ there is a will, there is a way. ആ വില്ല് നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ പുറകിൽ അതിന് പറ്റിയൊരു വഴി. ഈ ക്ലാസ് എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊരു 10 പ്രാവശ്യം ചിന്തിച്ചു. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് തലവേദനയാണെന്ന് 22 പ്രാവശ്യം ഒരാൾ ആവർത്തിച്ച് പറയുകയോ ചിന്തിക്കുകയോ ചെയ്താൽ സ്ട്രോങ് ആയിട്ട് 22 പ്രാവശ്യം എന്നൊരു കണക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞതാ ക്ലാസ് എടുത്തപ്പോൾ. 23ാമത്തെ പ്രാവശ്യം അത് പറയേണ്ടിയ വരത്തില്ല എന്ന് പറഞ്ഞാൽ പറയേണ്ടി വരത്തില്ല ചത്തുപോകുന്നല്ല. അപ്പോഴത്തേക്ക് ഈ തലവേദന എന്ത് ചെയ്തു വന്നില്ല. അതുകൊണ്ട് എത്രയോ പ്രാവശ്യം 23, 29 പിള്ളേരെ നോക്കിക്കൊണ്ട് പറയും പഠിക്കാൻ കൊള്ളത്തില്ല. ദേവി അത് പറയരുത്, കുഞ്ഞുങ്ങളെ പറയരുത്, പേര് വിളിക്കരുത്. മറ്റ് ദൈവം എല്ലാത്തിനും ആദാമിന്റെ കൂടെ മുന്നിൽ കൂടെ വിട്ടപ്പോൾ മൃഗങ്ങൾക്കെല്ലാം ഓരോ പേരിട്ടു. അത് അതിന് പേരായിരുന്ന ആദാമിന് പേരായിരുന്നു പിള്ളേർ. അതുകൊണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും ദേഷ്യം വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നാവിൽ നിന്ന് വരുന്നെങ്കിൽ അത് പിശാചിന്റെ വലിയ ബന്ധനമാ. ഒടുവിൽ ആ കുഞ്ഞിനെ അതുപോലെ ആക്കിക്കളയും. അതുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകളൊന്നും നമ്മുടെ നാവിൽ നിന്ന് വരുന്നത്. ഞാൻ ഒരു പ്രയോജനപ്രദമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടുക. ഒരു ഇച്ഛ ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊരു വഴിയുണ്ട്. അപ്പൊ നന്നായി ചിന്തിക്കുക. ഞാൻ ഈ ക്ലാസ്സിൽ പങ്കെടുക്കും, മുടങ്ങാതെ പങ്കെടുക്കും, പരീക്ഷകൾ എഴുതും, ഞാൻ വിജയിക്കും, ഈ കോഴ്സ് പൂർത്തീകരിക്കും, ദൈവം എന്നെ അതിനുവേണ്ടി സഹായിക്കും എന്ന ശുഭാപ്തി വിശ്വാസമുള്ളവരായിട്ട് നമ്മൾ ഇരിക്കും. ഓക്കെ. മത്തായി തന്റെ ജീവിതയാത്രയിൽ പ്രത്യേകിച്ച് ദൈവിക ശുശ്രൂഷയിൽ ഈ സുവിശേഷങ്ങൾക്കകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്കവണ്ണമുള്ള വലിയ കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്തില്ലെങ്കിലും മറ്റനേക ശിഷ്യന്മാരെക്കാൾ ആവർത്തിച്ച് ഇപ്പം നമ്മൾ ലോകരാജ്യങ്ങളിൽ മുഴുവൻ ആരുടെ പേര് പറയുന്നു? മത്തായിയുടെ സുവിശേഷം എന്ന് പറയുന്നു. മത്തായിയുടെ അല്ലെങ്കിൽ മത്തായി എഴുതിയ സുവിശേഷം. അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. കർത്താവ് ഭൂമിയിലുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ
ആ സമയപരിധിക്കകത്ത് അദ്ദേഹത്തിന്റെ പേരുകൾ എടുത്തു പറയപ്പെട്ടില്ലെങ്കിലും നമ്മുടെ പേരുകൾ എടുത്തു പറയപ്പെടുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് ശാന്തമായി ഇരുന്ന് ദൈവം ഉള്ളിൽ തരുന്ന പ്രചോദനം എന്താണെന്ന് മനസ്സിലാക്കി. പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകമുണ്ട്, യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു. അപ്പൊ ഈ ദൈവിക ഇടപെടൽ എന്നൊക്കെ പറഞ്ഞാല് ഈ ഉദ്യമനങ്ങളാണ് നമുക്ക് തരുന്ന, ആത്മീയ കാര്യങ്ങളിൽ നമുക്ക് തരുന്ന ഉദ്യമനങ്ങളുണ്ട്. ദൈവം നമ്മളെ ഉദ്യമിപ്പിക്കും, ഇന്നത് ചെയ്യുക, അല്ലെങ്കിൽ പാട്ട് പാടുക, പ്രാർത്ഥിക്കുക. 50 വർഷമായിട്ട് പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും അറിയാത്തവരുണ്ട് സഭകളിൽ. ഇവിടെ ഇല്ല, നാട്ടിലൊക്കെ ഇവിടെ എനിക്കറിയില്ല. ഒരു വാക്ക് പ്രാർത്ഥിക്കത്തില്ല സഭയിൽ. ഒരു വാക്കൊന്ന് ഉച്ചത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുകയോ ഒരു ബൈബിൾ വാക്യം ആരും നേതാക്കന്മാർ പറഞ്ഞ് ഒന്ന് എടുത്ത് വായിക്കുകയോ ഒന്നും ചെയ്യാത്തവരുണ്ട്. എനിക്കറിയാം. ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് 50 വർഷമായി ദൈവസഭയുടെ അംഗമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ താരം നമ്മളെ ദൈവം പ്രചോദനം നൽകുന്നത് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ദൈവം നമുക്ക് തരുന്ന ചാൻസസിന് എന്ത് ചെയ്യുക. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മിഷൻ എന്നുള്ള സബ്ജക്ട് പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്, ഈ ദൈവത്തിന് ചെയ്യാൻ കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല നമ്മളെ വിളിച്ചേക്കുന്നത്. നമ്മളെ ചിലരുടെയൊക്കെ വിചാരം ഞാനില്ലെങ്കിൽ ദൈവം എന്തോ ചെയ്തേനെ, അങ്ങനൊന്നുമില്ല. ദൈവത്തിന് തന്നിൽ തന്നെ തനിക്ക് തന്റെ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം പൂർണ്ണനാണ്. ദൈവം തന്നിൽ തന്നെ പൂർണ്ണ. പിന്നെ നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണ് ദൈവം തരുന്ന സാഹചര്യങ്ങളെല്ലാം ദൈവം നമുക്ക് തരുന്ന ഓരോ അവസരങ്ങളാണ്. മറന്നുപോയത് ആ അവസരം ഒന്ന് മിസ്സാക്കിയാൽ പിന്നെ അത് കിട്ടാൻ വലിയ പാടാണ്. അതോർക്കണം. കാരണം ദൈവത്തിന്റെ പ്രവൃത്തി നിശ്ചിത മുതൽ നിശ്ചിത വരെ തുടർന്നുകൊണ്ടിരിക്കുക, അതിങ്ങനെ പൊക്കോണ്ടിരിക്കുക. ദൈവത്തിന് വളരെ കൃത്യതയുണ്ട്. എല്ലാം അതതിന്റെ സമയത്ത് സഭാപ്രസംഗി പറയുന്ന പോലെ ദൈവം അതതിന്റെ സമയത്തെല്ലാം ഭംഗിയായി ചെയ്തു. അപ്പൊ മറന്നുപോലെ മത്തായി തന്റെ സുവിശേഷം, മത്തായി കുറിച്ച് ഉദാഹരണം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. മർക്കോസ് തന്റെ സുവിശേഷം എഴുതി, ലൂക്കോസ് തന്റെ സുവിശേഷം എഴുതി. ഈ 4 സുവിശേഷങ്ങളും ഇന്ന് മുതൽ നിങ്ങൾ പോയി 4 സുവിശേഷങ്ങൾ വായിക്കണം. അടുത്ത ഒരു മാസം നമ്മുടെ ക്ലാസ് ചെയ്യുന്നതിന് മുമ്പ് ഈ 4 സുവിശേഷങ്ങളും വായിച്ച് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കണം. അതിന് തീരുമാനം എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാവും. മത്തായി എഴുതിയിരിക്കുന്നത് യഹൂദന്മാര് പ്രതീക്ഷിച്ചിരുന്ന ഒരു മശിഹ. വേദപുസ്തകത്തിലുള്ള പഴയ നിയമത്തിൽ എബ്രായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് മശിഹ, മെസ്സയ. നമ്മൾ പറയാറുണ്ട് മഷിയ, മിശിയ, മെസ്സയ. ഇതെല്ലാം ഒരേ പദം തന്നെ. ഇത് എബ്രായ ഭാഷയിൽ അനോയിന്റഡ് വൺ എന്നാണ് അതിന്റെ അർത്ഥം. അഭിഷിക്തൻ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഈ പേര്, ഈ അഭിഷിക്തൻ എന്ന് വരാൻ കാരണം യഹൂദന്മാരുടെ പശ്ചാത്തലമനുസരിച്ച്, ഇസ്രായേലിലെ പശ്ചാത്തലമനുസരിച്ച് പ്രവാചകന്മാരെ, രാജാക്കന്മാരെ, പുരോഹിതന്മാരെ, ഈ 3 കൂട്ടരെയും അന്നത്തെ കാലത്ത് തലയിൽ ഒലിവിന്റെ പ്രത്യേക കൂട്ടിൻ പ്രകാരം തയ്യാറാക്കിയ എണ്ണ ഒഴിച്ച് എന്ത് ചെയ്യും? അഭിഷേകം ചെയ്ത് അവർ ചെയ്യേണ്ട ഡ്യൂട്ടിക്ക് വേണ്ടി അവരെ വേർതിരിക്കുക. അപ്പൊ അതുകൊണ്ട് അഭിഷക്തൻ എന്നുള്ള പദപ്രയോഗം വേറെ വസ്തുണ്ട്. എന്നാൽ ഒരു ഭാവി പ്രവചനത്തിൽ ഇനി വരാൻ പോകുന്ന ഒരു അഭിഷക്തൻ എന്നുള്ള നിലയിലാണ് ഈ മെസ്സിയ എന്ന പദപ്രയോഗം പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. 30 മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങളിൽ പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് ആ ഒരു അർത്ഥത്തിലായിരുന്നു. യഹൂദന്മാര് യേശുക്രിസ്തുവിന്റെ കാലയളവ് വന്നപ്പോൾ നമുക്കറിയാം റോമ സാമ്രാജ്യത്വത്തിന്റെ ഭരണത്തിന് കീഴിലായിരുന്നു. അറിയാമല്ലോ, റോമ ഭരണത്തിന് കീഴിലായിരുന്നു. പക്ഷെങ്കിൽ ഇവരുടെ ന്യായപ്രമാണ പ്രകാരം ഇവർക്കൊരു നല്ല ഒരു ഭരണകർത്താവ്, ഒരു രാജാവ്, ഞാനൊക്കെ പറഞ്ഞു, പ്രവാചകൻ, പുരോഹിതൻ, രാജാവ്, ഇവർ 3 പേരും അഭിഷക്തന്മാരാണ്. അപ്പോൾ ഒരു രാജാവ് ദാവീദിന്റെ പിൻഗാമിയായിട്ട് വരുമെന്നൊരു പ്രതീക്ഷ ഇവരുടെ പ്രവാചകന്മാരെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? പ്രവചിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രതീക്ഷയിലാണ് ആരിയ്ക്കുന്നത്? യഹൂദന്മാർ. ഇന്നും അവരിയ്ക്കുന്നത് ആ പ്രതീക്ഷ. ഏത് പ്രതീക്ഷയാണ്? ഈ കൊച്ചിനകത്തൊക്കെ ഇപ്പൊ ഒരു മെസ്സേജ് ഇങ്ങനെ അവരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇപ്പൊ റീസെന്റ് അവരുടെ റബ്ബിമാര് ഒരു മശിഹ വരാനുള്ള സമയം ഏറ്റവും അടുത്തു എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്ന് ഞാൻ ഇങ്ങനെ കേട്ടു. അതിന്റെ എത്രത്തോളം അത് റിലേബിൾ ആണ്, നമുക്ക് വിശ്വസനീയമാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അതിനെക്കുറിച്ച് 2-3 റബിമാരുടെ പടമൊക്കെ കൊടുത്ത് ഞാൻ അവിടെ ഫേസ്ബുക്കിലൊക്കെ കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത്, ഒരു മെസ്സിഹയ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇവരുടെ രാജ്യത്വം പുനഃസ്ഥാപിച്ച് ഇവർക്ക് നല്ല ശോഭന സുന്ദരമായ ഒരു രാജ്യം, ഒരു ഇസ്രായേൽ രാഷ്ട്രം
ആ രാജാവിരുന്ന് ചുറ്റും അവരെ ആക്രമിക്കുന്ന എല്ലാ ജാതികളെയും അടിച്ചമർത്തി ഇവരെ ഭരിച്ച് ഇവരുടെ രാജ്യത്തെ സുന്ദരമാക്കുന്ന ഒരു രാജാവിനെ കുറിച്ചുള്ള പ്രതീക്ഷ അവരുടെ പ്രവാചകന്മാർ അവർക്ക് നൽകിയിരുന്നു. സ്റ്റിൽ ഇപ്പോഴും അവർ ആ പ്രതീക്ഷ എന്ത് ചെയ്യുന്നു? കാരണം എന്താണെന്നറിയാം, മശിയ വന്നത് അവരെ മനസ്സിലാക്കിയില്ല. മശിയ വന്നത് അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല എന്ന് വേദപുസ്തകത്തിൽ. അപ്പൊ മശിയ വന്നത് അവർ മനസ്സിലാക്കിയില്ല. വേറൊന്നും കൊണ്ടല്ല, അവര് പ്രതീക്ഷിച്ചിരുന്നത് ദാവീദിന്റെ സിംഹാസനത്തിൽ, ദാവീദൊക്കെ പഴയകാല രാജാക്കന്മാർ ചെയ്തതുപോലെ ഒരു രാജാവ് വന്നിട്ട് ഒരു കൊട്ടാര സമാനമായ അന്തരീക്ഷത്തിൽ വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? അവിടെ വളർത്തപ്പെട്ട് വന്നു. അതുകൊണ്ടാണ് വിദ്വാൻമാർ എവിടെ പോയത്? പുറത്തുനിന്ന് വന്ന വിദ്വാൻമാർ പോലും എങ്ങോട്ട് തിരിഞ്ഞുപോയി? കൊട്ടാരത്തിലേക്ക് പോയി. ഇനി അപ്പോസ്തലന്മാര് വിദ്വാൻമാർ, അവരെക്കാട്ട് വിദ്വാൻമാരാണ് ആരാ? യേശുവിനോട് കൂടെ നടന്ന അപ്പോസ്തലന്മാർ. അവരെന്താ ചോദിച്ചത്? നീ ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനപ്പെടുത്തുമെന്ന് കർത്താവിനോട് എപ്പോഴാണെന്നറിയാമോ? സ്വർഗാരോഹണം ചെയ്യാറായപ്പോ 3 വർഷത്തെ ബൈബിൾ കോളേജ് പഠനം കഴിഞ്ഞ് ഒരുമലെ കൊണ്ടുപോയി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. നല്ല ഗോൾഡ് കളർ സർട്ടിഫിക്കറ്റ് ഒക്കെ അടിച്ച് അക്രഡിറ്റഡ് ഫൈനൊക്കെ അടിച്ചെല്ലാം റെഡിയാക്കി അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. കുറേ നാളെ കാര്യങ്ങളെല്ലാം രാജ്യസ്ഥാനം. ഈ കൂട്ടത്തിൽ യോഹന്നാന്റെ യാക്കോബിന്റെ അമ്മ വന്നിട്ട് ചെവി കർത്താനോട് പറഞ്ഞു, ഭരണത്തിലോട്ട് ഇരിക്കുമ്പോൾ ഇവർ രണ്ടുപേരെയും അപ്പുറം ഇപ്പുറം ഇരുത്തിയേക്കാം. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇതൊന്നും ഞാൻ അവരെ കുറ്റം പറഞ്ഞല്ല, ഇവരെല്ലാം അക്ഷരികമായ ഒരു രാജാവിനെ പ്രതീക്ഷിച്ചാണ് എന്ത് ചെയ്യുന്നത്. അങ്ങനെ പ്രതീക്ഷയോടിരിക്കുന്ന യഹൂദന്മാർക്ക് ഈ വന്ന യേശുവാണ് മശിഹ എന്ന്. മശിഹ അവരുടെ പ്രവാചകന്മാർ പറഞ്ഞ, അവര് പ്രതീക്ഷിച്ചിരിക്കുന്ന ആ മശിഹയാണ് ഈ യേശു എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരു ലേഖനം എഴുതാൻ ദൈവം പ്രേരണ കൊടുത്ത, ഒരു രേഖ എഴുതി വെക്കാൻ ദൈവം പ്രേരണ കൊടുത്ത ആളാണ്. അപ്പൊ ഭാഗം പറഞ്ഞാൽ പെട്ടെന്ന് വിടുക. അങ്ങനെയാണ് മത്തായി സുവിശേഷം വേദപുസ്തകത്തിന്റെ ഭാഗമാണ്. ഇനി നിങ്ങൾ ഈ ചിന്ത വെച്ചോളൂ, മശിഹ 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 ഉള്ളിൽ പറഞ്ഞുകൊണ്ട് ഈ മത്തായി സുവിശേഷം വായിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ, നിങ്ങൾക്ക് ഒത്തിരി അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ പഴയ നിയമത്തിൽ എല്ലാം കൊട്ടേഷൻ താമസിക്കെടുത്ത് യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം മത്തായിക്ക് എന്തോ ഇതെന്ന് അറിയാമോ? ന്യായപ്രമാണ പുസ്തകത്തിന്, അല്ലാതെ വെറുതെ കുറിപ്പ് എഴുതി വെക്കുക മാത്രമല്ലായിരുന്നു, അതിന് വേണ്ട ഫുട് നോട്ടും ബിബ്ലിയോഗ്രാഫിയും അതിന് വേണ്ട എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ചേർത്തിട്ട് ഇന്നാൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, യെശയ്യാവ് മുഖാന്തരം പറഞ്ഞത് നിവൃത്തിയാകുവാൻ. മനസ്സിലായോ? രാമയിൽ ഒരു വലിയ നിലവിളി കേട്ടു. അതെപ്പോഴാണെന്നറിയാമോ? 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം കൊല്ലാൻ ഹെരോദാവ് ആജ്ഞയിട്ടപ്പോ, അപ്പം പഴയ നിയമത്തിലെ ഏതോ പുസ്തകം, അത് ഇതുപോലെ നമ്മുടെ കൂട്ടുന്ന 39 പുസ്തകം ഒരുമിച്ച് കിട്ടിയിട്ടില്ല. അന്ന് ഇവരുടെ കയ്യിൽ ഇതൊന്നും കിട്ടിയിട്ടില്ല. വലിയ തുകൽ ചുരുൾ, ഒട്ടകത്തിന്റെ ഒക്കെ തുകലിനകത്ത് ഉണ്ടാക്കിയെടുത്ത ചുരുളുകൾക്കകത്ത് ചുറ്റി എടുത്താൽ പൊങ്ങാത്ത ചുരുളുകള്, ന്യായപ്രമാണ ചുരുളുകള്, ഒരു പുസ്തകത്തിന് തന്നെ എത്ര ചുരുളുകളുണ്ടെന്ന് നമുക്കറിയത്തില്ല. ഇത്രയും സാധനങ്ങള് ഇവരുടെ കസ്റ്റഡിയിൽ ആലയത്തിലോ അല്ലെങ്കിൽ സിനഗോഗിലോ അവിടെ ചുരുട്ടി വെച്ചിരിക്കുക. അവിടെ ഒരു കസ്റ്റോഡിയനുണ്ട്, അത് സൂക്ഷിപ്പുകാരനുണ്ട്. അയാളോട് ചെന്ന് ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വായിച്ചോട്ടെ ചോദിച്ചിട്ട് ഒരു പെർമിഷൻ എടുത്തിട്ട് വേണം എടുത്ത് നോക്കാൻ. ഇനി ഈ ചുരുളിനകത്തുനിന്ന് കണ്ടുപിടിക്കുക, ഇവിടെ പേര് അപ്പുറം ഇപ്പുറം കിടന്നിട്ട് ഇവിടെ കിടന്ന് കുസ്തി പിടിക്കുക, വാക്യം കണ്ടുപിടിക്കുക. അപ്പൊ പിന്നെ അവരെന്ത് പാടുപെട്ടായിരിക്കും ഇത് കണ്ടുപിടിച്ച്. അത്രയും റിസ്ക് എടുത്ത് അന്നത്തെ കാലത്ത് അവർ എഴുതിയതാണ് ഇന്ന് സുവിശേഷം ജീവനായിട്ട് ഓരോ പ്രാവശ്യം പ്രസംഗിക്കുമ്പോഴും അതിന്റെ പിന്നിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അത്രയുമാണ് അതിന്റെ ഔഷധം. എത്ര ലൈഫ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എവിടെങ്കിലും ഒരുത്തനെ പിടിച്ച്, ഇന്ത്യയിൽ ഒരുത്തനെ പിടിച്ച് കൊന്നിട്ടുണ്ടോ അതിന്റെ പിറ്റേ ആഴ്ച മുതൽ സുവിശേഷം ഭയങ്കരമായിട്ട് വ്യാപിക്കാൻ തുടങ്ങി. സ്റ്റേറ്റ്സിനെ കൊന്നതിന്റെ പ്രകമ്പനം ഇന്നും മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ സാരം, എവിടെയെല്ലാം പീഡനങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം നമ്മുടെ ജീവനാണ്. അങ്ങനെ ജീവൻ കൊടുത്ത ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം സുവിശേഷത്തിന്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇപ്പോൾ BJP ഗവൺമെന്റ് വന്നു, മോദി ഗവൺമെന്റ് വന്നതോടുകൂടി ഇന്ത്യ മുഴുവൻ തകർന്നു, സുവിശേഷം എല്ലാം കൂട്ടിക്കെട്ടി ആറ്റിങ്ങെല്ലാം അടിച്ച് തകർത്തു, അവിടെ അടിച്ച് തകർത്തു, ഇതെല്ലാം. പക്ഷെ ഇതൊന്നും ഇല്ല. ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുകയോ എഴുതിയിട്ടോ ഇനി ലോകം കാണാൻ പോകുന്ന കർത്താവിന്റെ വരവിന് മുമ്പുള്ള ഏറ്റവും വലിയ ഉണർവ്, വെയിൽസിലെ ഉണർവ്, അമേരിക്കയിലെ ഉണർവ്, യൂറോപ്പിലെ ഉണർവ്, ലോകരാജ്യങ്ങളിലെ ഉണർവിനെ കുറിച്ച് നിങ്ങൾ ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും അടുത്തെഴുതാൻ പോകുന്ന ചരിത്ര പുസ്തകത്തിന് ഏറ്റവും വലിയ ഉണർവിന്റെ പ്രഭവ കേന്ദ്രമായിട്ട് മാറാൻ പോകുന്നത് ഇന്ത്യയാണ്. യാതൊരു പക്ഷവും
ദൈവദാസന്മാരില്ല, 100 കണക്കിന് ദൈവദാസന്മാർ. ഞാൻ പറഞ്ഞ മത്തായെ പോലൊക്കെ പേര് കേട്ടില്ലാത്ത ഓരോ ദൈവദാസന്മാരിൽ ഓരോ മൂലയ്ക്കിരുന്ന് എവിടെയെല്ലാം അമേരിക്കയിൽ നിന്നൊക്കെ ടീമായിട്ട് 10-30 പേരൊക്കെ ഈ വടക്കേന്ത്യയിലും ഒക്കെ നമുക്കേ ഉള്ളൂ സമയമില്ലാത്ത, നമ്മുടെ ഈ മലയാളികൾക്കും ഇന്ത്യക്കാർക്കും ഉള്ളൂ സുവിശേഷങ്ങൾക്ക് നേരമില്ലാത്ത. വെളിരാജ്യങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ടീമായിട്ട് വന്ന് ഓരോ ദേശത്ത് വന്നിരുന്ന് അവിടെ റൂം എടുത്ത് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. നമ്മളറിയാത്ത ഒത്തിരി കാര്യങ്ങളാണ് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ ധാരം 1914 ആ സമയങ്ങളില് പിന്നെ ജോൺ ഹൈഡ് എന്ന് പറയുന്ന മനുഷ്യൻ, ഞാൻ കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സിൽ ഇവിടെ പറഞ്ഞ ജോൺ ഹൈഡ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സുവിശേഷത്തെ കുറിച്ചുള്ള ഭാരം കൂടിയിട്ട് അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റാഞ്ഞിട്ട് അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് അവിടെ വന്നു, ഇന്ത്യ വന്നിട്ട് പഞ്ചാബിൽ വന്നു. അദ്ദേഹം പഞ്ചാബിൽ വന്നിട്ട് അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് സുവിശേഷം പറയാൻ വേണ്ടി ഇറങ്ങി. ഓരോറ്റ മനുഷ്യനും മൈൻഡ് ചെയ്യുന്നു. എന്നാൽ ഒരു മീറ്റിംഗ് നടത്തി ഇവരെ എല്ലാം കൂടെ സുവിശേഷം കേൾപ്പിക്കുക എന്നുള്ളത് ഒറ്റ കുഞ്ഞു പോലും, ഒരു പൂച്ച പോലും അദ്ദേഹത്തിന്റെ പ്രശ്നം കേൾക്കാൻ. ഇതെല്ലാം കൂടെ ജീവിതം, സ്വന്തം സ്ഥലത്തെ എല്ലാ സൗകര്യങ്ങളും വിട്ടിട്ട് അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ട് ഈ രാജ്യത്ത് വന്നിട്ട് സുവിശേഷം പറയാൻ ഒരുത്തം തിരിഞ്ഞു നോക്കുന്നില്ല. ഒടുവിൽ അദ്ദേഹം അവിടെ ഒരു മൂലയ്ക്ക് ഒരു റൂം എടുത്തിട്ട് രാത്രിയിലൊക്കെ ഇരുന്ന് കരയാൻ തുടങ്ങി. ഈ കരച്ചിലിന്റെ ശബ്ദത്തിന്റെ ആഴം കേട്ടിട്ട് പുറത്തൂടെ നടന്നു പോകുന്നവരൊക്കെ വല്ലും വന്ന് ജനലിനകത്തോടൊക്കെ എത്തി നോക്കും, ഇതെന്തോ ഇവിടെ ഭയങ്കര കരച്ചിൽ. ആരെങ്കിലും വന്ന് ആത്മാർത്ഥമായിട്ട് എത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ അവരും അറിയാം അതിനകത്തോട്ടൊക്കെ കയറും. ഇങ്ങനെ ഇവരൊക്കെ പലരും ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ മനുഷ്യന്റെ പ്രാർത്ഥനയുടെ വേദന എത്രത്തോളം ആയിരുന്നു അറിയാമോ? അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ വേദന കൂടി ഒടുവിൽ അദ്ദേഹം തിരിച്ച് ലാസ്റ്റിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് ഇംഗ്ലണ്ടിൽ ചെന്ന് നെഞ്ചിന് അസഹനീയമായ പ്രയാസം തോന്നിയിട്ട് അദ്ദേഹം ചെക്കപ്പ് നടത്തിയപ്പോൾ ഡോക്ടർമാർ എഴുതിയത് അദ്ദേഹത്തിന്റെ ചരിത്രത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു, ഹാർട്ട് മൂവ് ഫ്രം ഈ ഇടതുവശത്തു നിന്ന് ഹാർട്ട് മൂവ് ചെയ്ത് മിഡിലോട്ട് മാറി. എന്താണെന്നറിയാമോ? സ്ട്രെയിൻ ചെയ്ത് അദ്ദേഹം കരഞ്ഞ് പ്രാർത്ഥിച്ചില്ല. പക്ഷെങ്കിൽ സംഭവം കേൾക്കണം, 2014 ഇന്ത്യയിലെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള 100 വർഷം കൃത്യമായപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് സുവിശേഷീകരണത്തിന്റെ വ്യാപനം ദ്രുതഗതിയിൽ നടക്കുന്ന സംസ്ഥാനമായിട്ട് പഞ്ചാബ് മാറിയെന്ന് ഞാൻ വായിച്ചു. ഞാൻ പറഞ്ഞതിന്റെ സാരം മനസ്സിലാക്കിക്കോണം. ഈ അത് വിട്ടിട്ട ഉടനെ പിറ്റേ ദിവസം മരം കിളുക്കുകയല്ല ചെയ്യുന്നത്. ഇതിലെല്ലാം പിന്നിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ചില വിഷയങ്ങൾ കൊണ്ട് നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിച്ച് തലേ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയില്ല, പിന്നെ അത് തന്നെ അടുത്ത ആഴ്ച പിന്നെ അത് പോയി. ഞാനും ചിന്തിച്ചിട്ടുണ്ട്. എന്നാ ഞാൻ പറയുന്നത്, പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് നമ്മൾ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് പിന്നിൽ നാം കാണാത്ത മേഖലയിൽ ദൈവത്തിന്റെ മഹത്വം അതിന്റെ പിന്നിൽ വെളിപ്പെടും. ചില വിഷയങ്ങൾ സ്പോട്ടിൽ വിടുതലാണെന്നിരിക്കും, ചില വിഷയങ്ങൾക്ക് അതിന് ആഫ്റ്റർ ദൈവം എല്ലാം കുഞ്ഞിമാര് കുറെ വരെ കാണുന്ന ദൈവം. നമ്മുടെയൊക്കെ ഓഫീസ് ടേബിളുകളിലൊക്കെ കണ്ടില്ലേ, ഓഫീസ് ടേബിളിലൊക്കെ ഇയർ പ്ലാൻ 2015 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് എഴുതി വെക്കാമല്ലോ, ഇയർ പ്ലാനുകൾ വിരിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ മുമ്പിൽ കിടക്കുന്നത് പൂർവ്വകാല നിത്യത മുതൽ ഭാവികാല നിത്യത വരെയുള്ള ഇയർ പ്ലാനുകളാണ്. മൊത്തം പിള്ളേരുടെ ടേബിളിന്റെ മുന്നിൽ കിടപ്പുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കണക്കിൽ എടുത്തിട്ടാണ് ദൈവം ഒരു കാര്യം തീരുമാനിക്കുന്നത്. ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്ന വേണമോ ദൈവം തീരുമാനിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ദൈവത്തിന് ഇദ്ദേഹത്തിന്റെ പൂർവ്വകാല പിതാക്കന്മാരുടെ ചേർത്ത് നമുക്കറിയാമോ, 4 തലമുറ പുറകെ നമ്മുടെ അപ്പുറപ്പുറന്നാളുടെ കാര്യം എന്തെങ്കിലും അറിയാമോ? ആരെങ്കിലും കുടുംബേശ്വരം നടത്തി കുടുംബേശ്വരം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പിന്നെ നമ്മൾ കൊണ്ടുവന്ന് അങ്ങ് മുട്ടിക്കും. എവിടെയാ തോമസ് ലീഗ വന്നത്തോട്ട് നമ്മൾ കൊണ്ടുവന്ന് അതിനെ വലിച്ച് നമ്മുടെ ചരിത്രത്തെ അവിടെ കൊണ്ട് മുട്ടി. നിങ്ങളതിനോട് പിണങ്ങരുത്. പക്ഷെങ്കിൽ സത്യത്തിൽ ദൈവത്തിന്റെ മുന്നിൽ നമ്മുടെ ചരിത്രമെല്ലാം വളരെ ക്ലിയർ ആയിട്ടുണ്ട്. നമ്മുടെ ലൈൻ മൊത്തം ഉണ്ട്. ഏത് ലൈനിലാണ് നമ്മൾ ജനിച്ചു വളർത്തപ്പെട്ട് വന്നത്, അതിന്റെ പിന്നിലുള്ള ചിലത് നാളെ നമ്മൾ ആരാകണം, നമ്മുടെ തലമുറകൾ ആരാകണം, എങ്ങനെയായിരിക്കണം കാര്യങ്ങൾ, ഇതെല്ലാം കണക്കിലെടുത്തിട്ടാണ് ദൈവം ഒരു പ്രവൃത്തി ഭൂമി ചെയ്യുന്നത്. അല്ല ചുമ്മാ ഒന്നും അല്ല ദൈവം. ഞാൻ അപ്പോൾ പ്രാർത്ഥിച്ച് ഉപസിച്ച് 14 ദിവസം ഇരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് 21 ദിവസം ഇരുന്നു, അത് കഴിഞ്ഞ് 41 ദിവസം ഇരുന്നു, എന്നിട്ട് ദൈവം പ്രവർത്തിക്കുന്നില്ല. ഇനി ദൈവം വേണേ പ്രവർത്തിക്കും എന്ന് പറഞ്ഞു പോകരുത്. ഞാൻ പറഞ്ഞത്, ഇതിന്റെ പിന്നിൽ ദൈവത്തിന്റെ പ്രോഗ്രാം ഒരിക്കലും നെഗറ്റീവ് അല്ല, പോസിറ്റീവാണ്. അതുകൊണ്ടേ ഇരിക്കുക. മത്തായി കുറിച്ച് വെച്ചപ്പോ മത്തായി വിചാരിച്ചില്ല പഴയ ദൈവത്തിനകത്തുനിന്ന് ചുരുളുകൾ എടുത്തോട്ട് പോയി അവിടെ ചെന്ന് ആലയത്തിൽ ചെന്ന് ആൾക്കാർ വിചാരിക്കുമോ പുള്ളി ഒരു ഭക്തൻ. നമ്മളതല്ലേ പ്രാർത്ഥിക്കാൻ ഒരു പടി പ്രാർത്ഥിക്കാൻ മുന്നോട്ട് പോയാൽ പറയുമോ ഒരു ഭക്തൻ. പ്രോത്സാഹനത്തെക്കാട്ടി കൂടുതൽ നമ്മൾ കേൾക്കുന്നത് എന്തായിരിക്കും? നിരുത്സാഹപ്പെടുത്തുകയോ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയെ കുറിച്ചോ നമ്മുടെ ആത്മീയ താല്പര്യത്തെ കുറിച്ചോ ഒക്കെ ആൾക്കാർ പല രീതിയിൽ ബൈബിൾ കോളേജ് ഇപ്പൊ ഉള്ളത് പോരാഞ്ഞിട്ടാ ഇപ്പൊ
കേൾക്കാം. പുതുതായിട്ട് വന്നവർക്ക് ഞാനൊരു പ്രോത്സാഹനം തരും, അടുത്ത ദിവസങ്ങൾ കേൾക്കാം. പക്ഷേ ഇത് ഞാൻ പറഞ്ഞതിന് വെളിച്ചത്തിൽ ഈ മേലെ ഇവിടെ വരാതിരുന്ന അതുകൂടെ ഞാൻ പറഞ്ഞേക്കാം. ഇത് ഞാൻ മുന്നേറുന്നതൊക്കെ വർക്ക് തന്നിരിക്കുക. ഇങ്ങനെയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യും? കേൾക്കാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ പുറകോട്ട് പോകരുത്. കാരണം പ്രതിസന്ധികൾ കണ്ട് പരാജയപ്പെട്ടവരല്ല ലോകത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുള്ളത്. 9999 പ്രാവശ്യം തോമസ് ആൽവ എഡിസൺ ബൾബിന്റെ കണക്ഷൻ അങ്ങോട്ട് കൊടുക്കുകയും കത്തുകയും ചെയ്തു. എന്താ ചെയ്തു? കത്തി, തീർന്നു പോയി അത്. പക്ഷെ 14ാമത്തെ പ്രാവശ്യം അത് പ്രകാശിച്ചു. മനസ്സിലായി? നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്ക് എന്തോ അർത്ഥം ഇരിക്കുന്നത്. ബൾബ് കത്തിയാ പിന്നെ ഇത് പിന്നെ പ്രകാശിക്കും അടുത്ത ദിവസം? ഇല്ല, കത്തിയിട്ടില്ല. പ്രകാശിച്ചു എന്നുള്ളതിന് നമ്മൾ ഇൻസ്റ്റലായിട്ട് ഉപയോഗിക്കുന്ന ഒരു എല്ലാവരും ഉപയോഗിച്ച് മലയാളികൾ പഴകിപ്പതിഞ്ഞൊരു വാക്കാ ബൾബ് കത്തി എന്ന് പറഞ്ഞു. ബൾബ് സത്യത്തിൽ തോമസ് ആൽവ എഡിസൺ പരീക്ഷ നടത്തിയപ്പോഴാണ് എന്ത് ചെയ്തത്? പിന്നെ നമ്മൾ പഴക്കം കൊണ്ട് കത്തും. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. രൂപമൊക്കെ കരുതി. സത്യത്തിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ ഉറങ്ങിപ്പോകാതിരിക്കും. ചിലത് എന്നെ കണ്ണടച്ച് കാണിക്കുന്നുണ്ട്. അതെനിക്കൊരു വിരോധമില്ല, ദോഷം. പിന്നെ ചിലത് ഇങ്ങനെ പക്ഷെ അന്നേരം വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞത് ചോദിച്ചാൽ അറിയത്തില്ല. കുഴപ്പമില്ല, ഈ ചൂടിന്റെ ആധിക്യം ആയതുകൊണ്ട് സമ്മതിക്കുന്നു. 2 മാസം വരെ സമയം അനുവദിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് മുന്നോട്ട് ഓർത്തുകൊള്ളുക. ഈ സമയങ്ങളിൽ ഇദ്ദേഹം കടന്നുപോയി ഇതെല്ലാം എടുത്ത് കണക്ട് ചെയ്തു. അങ്ങനെയാണ് മത്തായി സുവിശേഷം നിങ്ങൾ നോക്കിയോ. യഹൂദൻ പ്രതീക്ഷിച്ചിരുന്ന മശിഹയാണ് യേശുക്രിസ്തുവായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ അദ്ദേഹം കൊട്ടാരത്തിലൊന്നും ജനിച്ചില്ലെങ്കിലും പിന്നെ സിംഹാസനത്തിലൊന്നും ഇരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്രതീക്ഷ പോലെ തന്നെ മശിഹ വെളിപ്പെട്ട് വന്നിരിക്കുകയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് മത്തായി എന്ത് ചെയ്തത്? സുവിശേഷം എഴുതിയത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യേശുക്രിസ്തുവിന്റെ രാജത്വമാണ് മത്തായിയുടെ കാതലായിട്ടുള്ള കേന്ദ്ര ചിന്ത എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ രാജത്വം അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, മശിഹ എന്ന മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മത്തായി സുവിശേഷം 1 മുതൽ 28 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് ഊന്നൽ നൽകി യേശുവിനോട് പിലാത്തോസും ഹെരോദാവും ഒക്കെ ചോദിക്കുന്ന ചോദ്യത്തിന് യേശു കൊടുക്കുന്ന മറുപടികൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇനിയും നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ അങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. ഇത് യേശുക്രിസ്തുവിന്റെ രാജാവായിട്ട് ചിത്രീകരിക്കുന്ന പുസ്തകമാണ്. ഇനി ലൂക്കോസ് എഴുതിയിട്ടില്ല. 2 പേരെ യേശുവിന്റെ ജനചരിത്രം എഴുതിയിട്ടുള്ളൂ. ആരൊക്കെയായിരുന്നു? മത്തായിയും ലൂക്കോസും. എന്നാൽ ലൂക്കോസ് എഴുതാത്തൊരു കാര്യം മത്തായി തുടക്കത്തിൽ തന്നെയാണ് നമുക്ക് കാണാം. വിദ്വാൻമാർ വന്ന് ചോദിക്കുന്ന ചോദ്യം, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അവിടെ മുതൽ ഇങ്ങോട്ട് രാജാവിനെ പരിചയപ്പെടുത്താനുള്ള കാതലായ പരിശ്രമമാണ് മത്തായി സുവിശേഷത്തിനകത്ത് നമ്മൾ കാണുന്നത്. ഇനി ഞാനത് വിശദീകരിക്കുന്നില്ല, നമ്മൾ മുമ്പോട്ട് പോവാം. മർക്കോസ് പൗലോസിന്റെയും ബർന്നബാസിന്റെയും സഹപ്രവർത്തകരായിരുന്നു. മുമ്പേ ഞാൻ പറഞ്ഞത് യഹൂദരായിട്ടുള്ള യോഹന്നാനും മത്തായിയും മാത്രമേ ഉള്ളൂ. മർക്കോസും ലൂക്കോസും യഹൂദേതര സമൂഹത്തിൽപ്പെട്ടവരായിരുന്നു. ലോകത്തിലാകെപ്പാടെ 2 സമൂഹമേ ഉള്ളൂ. അത് ഓർത്തോളം. വേദപുസ്തക അടിസ്ഥാനത്തിൽ ലോകത്തിലാകെപ്പാടെ 2 സമൂഹമേ ഉള്ളൂ. യേശുക്രിസ്തുവിന്റെ വേദപുസ്തക അടിസ്ഥാന പ്രകാരം 2 വിഭാഗമേ ലോകത്തിലുള്ളൂ. 1 യഹൂദന്മാരും 2 യഹൂദരല്ലാത്തവരും. നമ്മളെല്ലാം ആ ഗണത്തിൽപ്പെടുന്നവരാണ്. യഹൂദന്മാരല്ലാത്തവർ, ബാക്കി യഹൂദന്മാർ. ഈ 2 ഗ്രൂപ്പേ ഉള്ളൂ. കർത്താവിന്റെ വചനത്തിന്റെ നിവൃത്തിയിലേക്ക് വരുമ്പോഴും ഈ 2 കൂട്ടരേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് വേർതിരിച്ച് കർത്താവിന്റെ സഭ എന്ന് പറഞ്ഞ് ഒരു വിഭാഗം. ഇപ്പൊ നമ്മളെല്ലാരും പറയുന്നുണ്ട് ഞാൻ കർത്താവിന്റെ സഭയുടെ കർത്താവിന്റെ സഭയുടെ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ എല്ലാം ഓരോ പേരുകളും ഉണ്ട്, ഓരോ ടൈറ്റിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഓരോ പ്രസ്ഥാനങ്ങൾ. പക്ഷെങ്കിൽ കറക്റ്റ് സഭ വെളിപ്പെടുന്ന എവിടെ ആയിരിക്കും അറിയാമോ? യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ മധ്യാകാശത്തിൽ എടുത്തുകൊള്ളപ്പെടുന്നവർ ആരൊക്കെയാണോ അവരെ കൂട്ടിക്കൊണ്ട് അന്ന് ഞാൻ പറയാം ആരും. ഞാൻ പറയാൻ നമ്മൾ അന്ന് പറയാം അതാണ് സഭ. ഏത്? അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇതാണ് സഭയെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ പറ്റുന്നില്ല. അതാണ് സഭയെന്ന് പറയാം. എപ്പോ പറയാം? കർത്താവ്. ഇപ്പൊ പിന്നെ നമുക്ക് ഓരോ സഭാ പ്രസ്ഥാനങ്ങളുണ്ട്, സഭാ വിഭാഗങ്ങളുണ്ട്. നമ്മൾ ഒരുമിച്ച് കൂടുന്നു, നമ്മളെല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നു. കർത്താവിന്റെ സഭയുടെ ഭാഗമാണെന്ന് ഉറപ്പ് വരുത്തുമെങ്കിൽ ഇവിടുത്തെ IPCയുടെയോ ഷാരോന്റെയോ AGയുടെയോ ചർച്ച ബോർഡിന്റെയോ അല്ലെങ്കിൽ മർത്തോമോ യാക്കോബോ കത്തോലിക്ക ഏതെങ്കിലും സഭയുടെ രജിസ്ട്രിയിൽ പേര് വന്നതുകൊണ്ട് വേദപുസ്തക പ്രകാരം ഈ ബൈബിൾ പ്രകാരം ആരും സഭയുടെ അംഗമാകുന്നില്ല. ക്രിസ്തുവിന്റെ ശരീരം എന്നുള്ള നിലയിൽ നമുക്കുണ്ടാകേണ്ട യഥാർത്ഥമായ എന്തെല്ലാം ആത്മീയ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണോ, ഇതിന് വേദപുസ്തകം നമുക്ക് എന്തെല്ലാം ഉപദേശങ്ങൾ തരുന്നോ അത് പൂർത്തീകരിക്കുന്നവരാണ് ആരും.
അവരാണ് അവിടെ വെളിപ്പെടുന്നത്. മധ്യാകാശം അന്ന് നമുക്കറിയാം സഭ കൃത്യമായിട്ട് എന്താണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ മർക്കോസ് എന്ന് പറയുന്നത് പൗലോസിന്റെയും ബർന്നബാസിന്റെയും സഹപ്രവർത്തകർ റോമക്കാര ജനങ്ങളുടെ ആധ്യാത്മിക ജീവിതം വിഷമം കൂടാതെ മനസ്സിലാക്കത്തക്കവണ്ണം. അപ്പൊ അടുത്തത് ഈ റോമൻ ഭരണമായിരുന്നു യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ ജീവിതകാലത്തിന് അനുബന്ധിച്ചു യഹൂദന്മാരുടെ ഇടയിൽ നടന്നിരുന്നത് റോമൻ ഭരണം. നമുക്കറിയാം. അപ്പൊ ആ റോമൻ ഭരണമായതുകൊണ്ട് ഒത്തിരി ദാസ്യ വേലക്കാരവിടെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ റോമ ഗവൺമെന്റിനെ സേവിക്കുന്നവരും അതിന് പ്രകാരം അവിടെ പ്രവർത്തിക്കുന്നവരും പടയാളികളായിട്ടുള്ളവര് മറ്റു പല ഔദ്യോഗിക ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവര് ഇവരെല്ലാം ഉണ്ട്. റോമാക്കാരായിട്ടുള്ള 100 കണക്കിന് ആളുകളുണ്ട്. അപ്പൊ മർക്കോസിന്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ, യേശുവിനെ ഇവർക്കൊന്ന് എന്ത് ചെയ്യണം, പരിചയപ്പെടും എന്നൊരു പ്രേരണ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായപ്പോൾ ആ പ്രേരണയോട് പ്രതീകാത്മകമായി പ്രതികരിച്ചു, അല്ലെങ്കിൽ ഭാവാത്മകമായി പ്രതികരിച്ചു, പോസിറ്റീവായിട്ട് പ്രതികരിച്ചു. പ്രേരണ ഉണ്ടായതുകൊണ്ട് കാര്യമായില്ല, പ്രേരണയോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നനുസരിച്ചാണ് അടുത്ത സ്റ്റെപ്പ് തീരുമാനിക്കുന്നത്. നീ ഭയങ്കര ആത്മപ്രേരണ പെട്ടെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന എല്ലാവർക്കും, എന്നാൽ ഒരുമാതിരി ഭയങ്കര ആത്മപ്രേരണ. പക്ഷെ ഈ ആത്മപ്രേരണ ഉണ്ടാകുന്നതുകൊണ്ട് മാത്രമായില്ല, ഈ ആത്മപ്രേരണയെ പ്രതികരിക്കാൻ തുടങ്ങി. മർക്കോസിന് ആത്മപ്രേരണ ഉണ്ടായി, ഉള്ളിൽ പ്രേരണ ഉണ്ടായി. അദ്ദേഹം ആ ഫോക്കസ് മനസ്സിൽ കണ്ടു. എന്റെ സഹോദരങ്ങളായിരിക്കുന്ന ഇതുപോലെ ഗവൺമെന്റിനെ സേവിക്കുന്ന അല്ലെങ്കിൽ ദേശത്ത് സേവനം ചെയ്യുന്ന, ദാസ്യവേല ചെയ്യുന്ന, അല്ലെങ്കിൽ വിവിധ ഉത്തരവാദിത്തങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് യേശുവിനെ പരിചയപ്പെടുത്തണമെന്നുള്ള നിലയിൽ അദ്ദേഹം എഴുതാൻ തുടങ്ങി. അങ്ങനെയാണ് നമുക്ക് ഏത് കിട്ടുന്നത്, മർക്കോസിന്റെ സുവിശേഷം. അതിനകത്ത് യേശുവിനെ കാണുന്നത് മൊത്തം ദാസനായിട്ട്. നമ്മൾ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ വ്യത്യസ്തത മനസ്സിലാക്കാൻ പറ്റും. മർക്കോസിന്റെ സുവിശേഷത്തിലാണ് യേശു പറഞ്ഞ കാതലായ വാക്യം എഴുതിയിരിക്കുന്നത്, മനുഷ്യപുത്രൻ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും വേണ്ടി വന്നാൽ, എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ ചെയ്ത് അതിന്റെ ഏറ്റവും ആ കാതലായ സമയത്ത് ഇവൻ എന്റെ ജീവനൂടെ കളഞ്ഞ് ശുശ്രൂഷ ചെയ്യണമെങ്കിൽ അതിനും വേണ്ടി കൂടെ ഞാൻ ശുശ്രൂഷയുടെ ലെവൽ അവിടെ കേട്ടോ. ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കേൾക്കുന്ന ശുശ്രൂഷ അല്ല. ഇന്ന് ആത്മീയ കോളത്തിൽ ശുശ്രൂഷ എന്നുള്ള വാക്ക് ആകപ്പാട് തെറ്റിദ്ധരിക്കപ്പെട്ടില്ല. വെള്ളം പോലെ വെള്ളക്കിട്ട് ഇവിടെ നിന്നാലേ എന്താകുള്ളൂ? നോ, അതല്ല. വേദപുസ്തകത്തിൽ ദൈവത്തെ പ്രതി ഒരാൾക്ക് യേശു താങ്കളെ സഹായിക്കും, സഹോദര ഭാരപ്പെടണ്ട എന്ന് പറയാൻ നിങ്ങളുടെ നാവിന് ദൈവം ഒരു പ്രേരണ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ശുശ്രൂഷ. ഒരാൾക്കൊരു ആശ്വാസവചനം പറഞ്ഞു കൊടുക്കുക. ഞാൻ ഒക്കെ പറഞ്ഞ പോലെ ഈ പുറമേ കാണുന്ന കയ്യോ കാലോ കണ്ണോ നാവോ ഒക്കെ ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ വലുത് ചെയ്യുന്ന അവയവങ്ങൾ അകത്തുണ്ട്. ഇപ്പം കാണത്തില്ല, ഒരു ദിവസം അത് വെളിപ്പെട്ട് വരും. മറഞ്ഞിരിക്കുന്ന ഒത്തിരി അവയവങ്ങളുണ്ട്. നമ്മൾ ഓർക്കണം, പുറമേ കാണുന്ന അവയവങ്ങൾ ചെയ്യുന്ന അല്ല പ്രവൃത്തി, അതിനേക്കാൾ വലിയ പ്രവൃത്തി ആകുന്നതാണ് എന്ന് പറഞ്ഞതുപോലെയാണ് മർക്കോസ് ഈ തന്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത ആ ചിന്തപ്രകാരം എഴുതി വന്നപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു. അപ്പൊ അത് മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് ദാസ്യവൃത്തിയെ കുറിച്ച് കർത്താവ് ഒരു വാക്യം പറഞ്ഞപ്പോൾ, ഒരു ഡ്യൂട്ടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് വളരെ കാതലായിട്ട് എഴുതി വെച്ചു. അതുകൊണ്ടാണ് മർക്കോസിൽ ഇല്ലാത്ത ചില വാചകങ്ങൾ മത്തായിലും, മത്തായിൽ ഇല്ലാത്ത ചില വാചകങ്ങൾ മർക്കോസിൽ കാണും. മനസ്സിലായോ? വ്യത്യാസം പിടികിട്ടിയോ? ഈ അവിടെ ഇല്ലാത്തത് ഇവിടെ കാണേണ്ട കാരണം ഇദ്ദേഹം മനസ്സിൽ കണ്ടിരുന്നത്, യേശുവിന്റെ ചരിത്രം എഴുതുമ്പോൾ മർക്കോസിന്റെ മനസ്സിലിരിക്കുന്നത് അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്ന, തന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ വ്യാകുലപ്പെടുന്ന, വ്യഗ്രതപ്പെടുന്ന ഒരു ദാസനെ കണ്ടുകൊണ്ടാണ്. ഇപ്പൊ ദാസന്മാരായിട്ട് അല്ലെങ്കിൽ ജോലിക്കാരായിട്ട് ദാസൻ എന്നുള്ള വാക്ക് പറയുന്നുണ്ട്. ദാസൻ എന്നുള്ള പേര് അതിനകത്ത് തെറ്റിദ്ധാരണ ഉണ്ടോ? ദാസൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ദാസൻ ഏറ്റവും ഈ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാണ്. എളിയ കർത്താവിന്റെ വിലയേറിയ ദാസൻ എന്നൊക്കെ ഇപ്പൊ ആൾക്കാർ പറഞ്ഞു പോകുന്നുണ്ട്. എളിയ കർത്താവിന്റെ വിലയേറിയ ദാസൻ. കർത്താവ് പെട്ടെന്ന് പറഞ്ഞു വന്ന കൂട്ടത്തിലാകണം. കർത്താവ് എളിയവനുമായി ദാസനാരുമായി വിലയേറിയ ദാസൻ. സത്യം പറഞ്ഞാൽ ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു വാക്കാ. ഇനി അബദ്ധവശാൽ ഞാൻ ഇനി എപ്പോഴെങ്കിലും പറഞ്ഞു പോയി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, മുൻകൂർ ജാമ്യം എടുക്കുക. വിലയേറിയ ദാസൻ എന്നുള്ള വാക്ക് ഒരിക്കലും മലയാള ഭാഷയ്ക്കകത്ത് സമ്മതിക്കാൻ പറ്റാത്ത, ഭാഷ അറിയാവുന്ന ഭാഷാ വിദഗ്ധന്മാരുണ്ടെങ്കിൽ അന്നേരം നമ്മളെ താക്കീതില്ല. കാരണം ദാസൻ എന്നുള്ള പദത്തിന് എന്തില്ല, വിലയേറിയ എന്നുള്ള ഒരു അതിന് യോജിക്കുന്നതല്ല.
ഈ കർത്താവ് ചെയ്ത പ്രവൃത്തിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്നു? അതതിന്റെ വേറൊരു വശം. ഞാൻ പറഞ്ഞത് ദാസൻ എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ? അത് അത് ആ ആ സേവന സന്നദ്ധമായ മനസ്സാണ്. സേവന സന്നദ്ധമായ മനസ്സ്. അല്ലാതെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ചീപ്പർ എന്നുള്ള അർത്ഥമല്ല വേദോസ്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ഒത്തിരി കൊള്ളാതെ അവസാനം എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി അല്ലല്ലോ. അതല്ല. ദാസൻ എന്നുള്ളത് ആ മനസ്സാണ്. കർത്താവ് പറഞ്ഞ വാക്യം മറന്നു പോകില്ല. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി ജീവനമാണ്. ഞാൻ ആ വാക്യം മാത്രം മർക്കോസിൽ ഓർപ്പിച്ച് നോക്കാം. അപ്പൊ മർക്കോസ് അത് ഊന്നൽ നൽകിയിരുന്നു. ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിക്കാൻ വന്ന ഒരു ദാസനായിരുന്നു ആര്? മത്തായി എഴുതിയപ്പോ ആരാണ് എഴുതി? മശിഹ, അല്ലെങ്കിൽ അവര് പ്രതീക്ഷിക്കുന്ന രാജാവാണെന്ന് എഴുതി. ആർക്ക് വേണ്ടി എഴുതി? യഹൂദാസ്. മർക്കോസ് എഴുതിയപ്പോ എഴുതി എന്തെഴുതി? ദാസ്യവേല ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റൊരു സമൂഹത്തിന് വേണ്ടി, ഒരു രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ആളുകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് കൊള്ളാവുന്ന നല്ലൊരു മോഡൽ ആരാണ്? യേശു ആണ്. ലൂക്കോസിലേക്ക് വരുമ്പോഴാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ഗോസ്പൽ എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ലൂക്കോസിന്റെ സുവിശേഷം. 22 അധ്യായമുണ്ടെങ്കിലും ദൈർഘ്യമേറിയ സുവിശേഷമാണ് ലൂക്കോസിന്. അതിനകത്ത് 24 അധ്യായം. അതിനകത്ത് വളരെ ദൈർഘ്യം. 22ാമത്തെ അധ്യായവും എന്റെ മനസ്സിൽ വരാൻ കാരണം കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളും ഈ ഭാഗങ്ങളിൽ അവിടെ പ്രൊജക്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ, 24 അധ്യായം ഉള്ള ഒരു സുവിശേഷം. മത്തായി 28 ലൂക്കോസ് 24 ഉള്ളെങ്കിലും കൂടുതൽ വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു സുവിശേഷം. ലൂക്കോസ് ആരായിരുന്നു നമുക്കറിയാം. വൈദ്യനായ ലൂക്കോസ് എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. പൗലോസിന്റെ ഒരു സഹയാത്രികനായി പിൽക്കാലത്ത്. അപ്പോൾ സൈലന്റായിട്ട് യേശു ക്രിസ്തുവിന്റെ ജീവിതം വീക്ഷിച്ചൊരു വ്യക്തിയാണ് ലൂക്കോസ്. നമ്മൾ മനസ്സിലാക്കി. ഇതൊക്കെ സമകാലീനരായിരുന്നു, യേശുവിന്റെ സമകാലീനരായിരുന്നു. പക്ഷെ യേശുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലോ ശിഷ്യന്മാരുടെ കൂട്ടത്തിലോ ലൂക്കോസിന്റെ ഒന്നും പേര് കാണുന്നില്ലെങ്കിലും അപ്പോസ്തോലേതരാണ്. 2 അപ്പോസ്തലന്മാരും 2 പേര് അപ്പോസ്തലന്മാരല്ലാത്തവരും. മത്തായിയും യോഹന്നാനും യേശുവിന്റെ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലുള്ളവർ. പക്ഷെ മർക്കോസും ലൂക്കോസും ഒക്കെ യേശുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലുള്ളവരായിരുന്നു. മനസ്സിലായോ? പിൽക്കാലത്ത് ശിഷ്യന്മാരായിരുന്നു. അപ്പം ഈ കൺഫ്യൂഷൻ മാറാൻ വേണ്ടി എടുത്തു പറഞ്ഞു. അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും 2 വിഭാഗം ഉണ്ടായിരുന്നു. എന്നാൽ ശിഷ്യന്മാരെല്ലാവരും അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. പക്ഷെ അപ്പോസ്തലന്മാരെല്ലാവരും ശിഷ്യന്മാരായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഒക്കെ നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ ലൂക്കോസ് തന്റെ ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം ഒരു തെയോഫിലോസ് എന്ന് പറയുന്ന ഒരു പേര് പ്രൊജക്ട് ചെയ്തുകൊണ്ടാണ് ശ്രീമാനായ തെയോഫിലോസ് എന്നുള്ളത്. തെയോഫിലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്തതാണോ, അതോ ഒരു ജനസമൂഹത്തെ മുഴുവൻ ഫോക്കസ് ചെയ്ത് എഴുതുകയാണോ എന്ന് ഇപ്പോഴും വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അന്നുണ്ടായിരുന്ന യവനായരുടെ ഇടയിൽ, ഗ്രീക്കുകാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ഉയർന്ന പേഴ്സണാലിറ്റി, ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. ക്രിസ്തുവിലേക്ക് വരാൻ സന്നദ്ധത പ്രകടിപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിയാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ, ഈ ലൂക്കോസ് ഡോക്ടറോട് ആയിരുന്നതുകൊണ്ട് ഇങ്ങനെ സമൂഹത്തിൽ ഉയർന്ന വ്യക്തികളുമായിട്ടൊക്കെ ഇടപഴകാൻ അവസരം ലഭിച്ചതുകൊണ്ട് ആ സന്ദർഭത്തിൽ അങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് ഇടപഴകിയപ്പോൾ അദ്ദേഹം ക്രമേണ കർത്താവിനെ അറിയാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായിട്ടൊരു മറുപടി കൊടുത്താൽ അത് അയാൾക്ക് മാത്രമല്ല, അയാൾ മുഖാന്തരം ആ യവനായ സമൂഹം സ്വാധീനിക്കപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് ലൂക്കോസിന് ബോധ്യം വന്നതുകൊണ്ടാണ് 2 വോളിയമായിട്ട് യേശുവിന്റെയും സഭയുടെയും ചരിത്രം ലൂക്കോസ്. യേശുവിന്റെ ചരിത്രം ലൂക്കോസിന്റെ, സഭയുടെ ചരിത്രം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളെന്ന് പറയുന്നത്. 2 തെയോഫിലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ളത് ക്രമീകരണം. ഇനി ലൂക്കോസ് എഴുതുമ്പോൾ അതിനകത്ത് യവനായരെ സംബന്ധിച്ചിടത്തോളം, അന്ന് ജീവിച്ചിരുന്ന ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര തത്വചിന്തകളാണ്. മനസ്സിലാകുന്നു? നമ്മൾ പറയുന്ന തത്വചിന്തകന്മാരുടെ ഒക്കെ പേര് എവിടെ നിന്നുള്ളവർ? അവരെല്ലാം ഏതൻസിൽ നിന്നുള്ളവർ, ഗ്രീക്കുകാർ. അപ്പോൾ അവരുടെ ആ ഒരു സമൂഹത്തെ എന്ന് പറഞ്ഞാൽ ഹൈലി നല്ല ആഴത്തിലുള്ള ചിന്തകൾ, ഉയർന്ന ചിന്തകളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് സംശയത്തിന് ഇട കൊടുക്കാതെ അവരെ യേശുവിനെ പരിചയപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ആര് നടത്തുന്നത്? അത് മാത്രമല്ല, ലൂക്കോസിനെ ദൈവം തിരഞ്ഞെടുത്തപ്പോ ഞാൻ പറഞ്ഞല്ലോ,
യേശു ക്രിസ്തു എവിടെയാ ജനിച്ചത് എന്നുള്ളതിനെ കുറിച്ചും ആ ജനന സമയത്തെക്കുറിച്ചും ദൂതന്മാർ വന്ന് വാഴ്ത്തി പാടുന്നതിനെ കുറിച്ചും ഒക്കെ വിശദമായിട്ട് എഴുതി പോകുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത് ഏത് സുവിശേഷത്തിലാണ്? 12-ാമത്തെ വയസ്സിൽ യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സംഭവം പോലും എടുത്തെഴുതിയിരിക്കുന്നു. ആരെഴുതിയിരിക്കുന്നു? അത് മാത്രമല്ല, ലൂക്കോസ് ഒരു വൈദ്യനായിരുന്നത് കൊണ്ട് തനിക്ക് ദൈവം കൊടുത്ത ആ അറിവ്, ആ ജ്ഞാനം, ആ ബോധ്യം ഇതിനകത്തെല്ലാം റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു സുവിശേഷകനും എഴുതാത്ത കാര്യം യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചും യേശുവിന്റെ ജനനത്തെക്കുറിച്ചും എഴുതുമ്പോൾ എടുത്തിരുന്നത് പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവന്റെ മേലുണ്ടായിരുന്നു. ഇത് മത്തായിലില്ല, മർക്കോസിലില്ല, യോഹന്നാനിലില്ല. പക്ഷെ ലൂക്കോസ് എഴുതുമ്പോൾ അത് എഴുതുന്നുണ്ട്. കാരണം എന്താണെന്നറിയാമോ? അന്ന് യവനന്മാരുടെ ഇടയിലുള്ള ഒരു തത്വചിന്തയാ, വ്യക്തികൾ, ഒരു വ്യക്തിത്വത്തിൽ 3 ഘടകങ്ങൾ. ഏതൊക്കെയാ? ദേഹം, ദേഹി, ആത്മാവ്. ഒരു മനുഷ്യൻ 3 ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നവനാണ് ഒരു മനുഷ്യനെന്ന് യവനായ ചിന്തകന്മാര് ശക്തമായിട്ട് ചിന്തിച്ചിരുന്നു. ആ ചിന്തയുടെ ചുവട് പിടിച്ചാണ് പൗലോസിന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോഴെല്ലാം പൗലോസ് ആത്മാവ്, ജഡം, ദേഹി ഇതിനെക്കുറിച്ച് ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും തിരിച്ചും ഒക്കെ നന്നായിട്ട് വചനം കൈകാര്യം ചെയ്യാൻ റോമാലേഖനം 8-ാം അധ്യായം, 12-ാം അധ്യായം, അതുപോലെ പിന്നെ ഇങ്ങനെ ഓരോ അധ്യായങ്ങളൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ നാളിൽ അനിന്യമായി വെളിപ്പെടത്തക്കവണ്ണം നിങ്ങളുടെ പ്രാണനും ആത്മാവും ദേഹവും അശേഷം അനിന്യമായി കാക്കപ്പെടുമാറാകട്ടെ എന്നൊക്കെ പൗലോസ് എഴുതുമ്പോൾ ഈ വിഭജിച്ച ചിന്ത ഒരു മനുഷ്യനിൽ, ഒരു വ്യക്തിയിൽ പല ഘടകങ്ങൾ ഉണ്ടെന്നുള്ള ചിന്ത അന്ന് യവനായരുടെ ഇടയിൽ, ഗ്രീക്കുകാരുടെ ഇടയിൽ പ്രബലമായിരുന്ന ചിന്തയാണ്. അപ്പൊ ആ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആ അറിവ് ബോധ്യമുള്ള ഒരാളായിരുന്നു ആര്? ലൂക്കോസ്. അത് മാത്രമല്ല, അദ്ദേഹം ശരീരശാസ്ത്രം നന്നായിട്ട് മനസ്സിലാക്കിയ ഒരു ഡോക്ടറായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ചോളൂ. അപ്പം പഠിപ്പുള്ളവരെ ദൈവത്തിന് വേണം, പഠിപ്പില്ലാത്തവരെ വേണം. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, ചില ആൾക്കാർ പറയാറുണ്ട്, പിന്നെ ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ പോഷകമായതിനെ തെരഞ്ഞെടുത്തു. പിന്നെ അപ്പോസ്തല പ്രവൃത്തിയിൽ പരീക്ഷന്മാർ വിളിച്ചു പറയുന്നത് ഇവർ സാമാന്യരും പഠിപ്പില്ലാത്തവരുമായിരുന്നു, ഇവർക്ക് ഈ ജ്ഞാനം എവിടെ നിന്നെന്ന് വേദപുസ്തകത്തിൽ ചോദിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് എന്നിട്ട് ഒരു വാശി തീർക്കുന്നുണ്ട്, പഠിക്കാൻ പറ്റാത്തവരെ. ബിസിഎസിന് പഠിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ ബൈബിൾ ആധികാരികമായിട്ട് പഠിക്കാനോ പറ്റാത്തവരെല്ലാം കൂടി വലിയൊരു സംഘമുണ്ട്. അവർ ടീം രൂപീകരിച്ചിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. കേരളത്തിലും ഉണ്ട്, ഇന്ത്യയിലും ഉണ്ട്, ലോക രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് ഇതൊന്നുമില്ല, ഒരു തിയോളജി ഇല്ല. എടോ മനുഷ്യൻ, ഇയാൾ ദൈവം എന്നൊരു വാക്ക് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇയാൾ എന്താ പറഞ്ഞു? തിയോളജി പറഞ്ഞു. തിയോസ് എന്ന് പറഞ്ഞാൽ ഗോഡ്, ലോഗോസ് എന്ന് പറഞ്ഞാൽ വേർഡ്, ഗോഡ് വേർഡ്, അല്ലെ വേർഡ് അബൌട്ട് ഗോഡ്. തീർന്നില്ല. തിയോളജി എന്നുള്ള വാക്കിന്റെ അർത്ഥം ദൈവത്തെ കുറിച്ചുള്ള വാക്ക്. അപ്പൊ പിന്നെ ദൈവം എന്ന് പറഞ്ഞെങ്കിൽ എന്ത് പറഞ്ഞു? അപ്പൊ ഈ പറയുന്ന അന്യഭാഷ്യം, ഈ പറയുന്ന പ്രാർത്ഥന, ഈ കൂടി വരവും എല്ലാം എന്താണ്? തിയോളജി. വചനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് ചിലരങ്ങ് സഹിയായിട്ട് ഇപ്പൊ ഒത്തിരി കുറഞ്ഞു. പണ്ടത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നു. ഞങ്ങളെല്ലാം ഇവിടെ. പിന്നെ ലാസ്റ്റിൽ പറയും ഞങ്ങൾ മുട്ടിന്മേൽ ബൈബിൾ കോളേജിലാണ് പഠിച്ചത്. അങ്ങനെ പറയത്തുണ്ട്. ഇവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. എവിടെ പഠിച്ചത്? പറഞ്ഞാൽ ഞങ്ങൾക്ക് മാനുഷിക ജ്ഞാനമൊന്നുമില്ല, ഞങ്ങളെല്ലാം പഠിക്കുന്ന ഇവിടുന്ന. ഞാൻ പറയാം, ഇതെല്ലാം ദൈവം അനുഭവിച്ച് നൽകിയിരിക്കുന്നു. ഈ ഭൂമിയിൽ അറിവ് ദൈവമാണ് പ്രകാശിപ്പിക്കുന്നത്. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവം പണ്ട് ഭാഗമായിട്ട് വിവിധമായിട്ട് പ്രവാചകന്മാർ മുഖാന്തരം വിളിച്ചിട്ട് ഈ അന്ത്യകാലത്ത് വന്നിരിക്കുന്ന മുഖാന്തരം വെളിപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ റോമാലേഖന ആദ്യത്തെ അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ആദ്യം അജ്ഞമായിരുന്ന കാര്യങ്ങളെ ദൈവം പിന്നീട് ക്രമേണ നമുക്ക് എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തി തരുന്നു എന്ന് വായിക്കുന്നത്. അപ്പോൾ ഈ ദൈവജനത്തിന്റെ അറിവുകളോ ഈ ആത്മബോധ്യങ്ങളോ ഒന്നും വെറുതെ വേണ്ട എന്ന് പറയുന്നത്. ഒരു കൂട്ടർ ദൈവം അങ്ങനെ ഉപയോഗിച്ചു. ദൈവം ആരെ ഉപയോഗിക്കട്ടെ? ലൂക്കോസിനെ ദൈവം തിരഞ്ഞെടുത്തത് യവനായരുടെ ഇടയിൽ കർത്താവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ദൈവം ലൂക്കോസിനെ നിയോഗിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന അതിനകത്ത് നിന്ന് ഞാൻ വേദപുസ്തക വെളിച്ചത്തിൽ ഒരു കാര്യം പറയാം. ഒന്നിലധികം അനുഭവങ്ങൾ വേദപുസ്തകത്തിൽ നിന്നുള്ള ചിന്തകളുടെ വെളിച്ചത്തിൽ ഞാൻ പറയാം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രാവീണ്യങ്ങളുണ്ടല്ലോ, ഓരോ വിഷയങ്ങളിലുള്ള പ്രാവീണ്യം, ഇതൊക്കെ വേണ്ടി വന്നാൽ നാളെ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയും. അതുപോലെ അതുകൊണ്ട്
എല്ലാം കളഞ്ഞു കുടിച്ചിട്ട് ഒന്നും വേണ്ട എന്നുള്ള ചിന്ത വേണ്ട. നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രാവീണ്യങ്ങൾ. ലൂക്കോസ് ഒരു വൈദ്യനായതുകൊണ്ട് ആ നിലയിൽ നിന്ന് എഴുതി. അതാണ് ഞാൻ പറഞ്ഞ വാക്യം. പൈതൽ വളർന്നു, ശരീരീകരായി, ജ്ഞാനം നിറഞ്ഞു, ദേഹിയെ കുറിച്ച് പറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, അകത്തെ മനുഷ്യനുണ്ടെന്നുള്ളത് പറഞ്ഞു, അകത്തൊരാത്മാവുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ലൂക്കോസ് എഴുതി വരുമ്പോൾ അത്ര വ്യക്തമായിട്ടാണ് കർത്താവിന്റെ ജനനത്തെ കുറിച്ചും വളർച്ചയെ കുറിച്ചും യോഹന്നാൻ സ്നാപകനെ കുറിച്ചും പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ആരായിട്ടാണ് ഒരു നല്ല പൂർണ്ണ മനുഷ്യനായിട്ട് യേശുവിനെ ചിത്രീകരിക്കുകയാണ്. യവനായരുടെ അല്ലെങ്കിൽ ഗ്രീക്കുകാരുടെ തത്വചിന്തയ്ക്ക് അധിഷ്ഠിതമായി ഒരു നല്ല വ്യക്തിത്വമായിട്ട് ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് യേശുവിനെ ചിത്രീകരിക്കുന്നതാണ് ഏത് സുവിശേഷം? അപ്പോ എന്ന് പറഞ്ഞേ മത്തായി ആരായിട്ടാണ്? യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്ന, റോമാക്കാരായ സേവനം ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഉത്തരവാദിത്തപരമായ ജോലികളിലായിരിക്കുന്ന ഒരു സമൂഹത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആരെഴുതി? മർക്കോസ് എഴുതി. ആരായിട്ടാണ്? ഏറ്റവും നല്ലൊരു ജോലിക്കാരനായിട്ട്, ഒരു ദാസനായിട്ട്. മൂന്നാമത് ലൂക്കോസ് എഴുതുമ്പോൾ ആരായിട്ട് എഴുതി? ഒരു പൂർണ്ണ മനുഷ്യനായിട്ട്. എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് തത്വചിന്തകളുടെ എല്ലാ പഴുതും അടച്ചുകൊണ്ട് യേശുവിനെ ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് ചിത്രീകരിക്കുകയാണ് അവിടെ. ഇനി യോഹന്നാന്റെ അടുക്കലേക്ക് വരുമ്പോഴോ, യോഹന്നാൻ എന്തോ പറയുന്നത്? യോഹന്നാൻ യേശുവിനെ ആരായിട്ട് പരിചയപ്പെടും? യോഹന്നാൻ സുവിശേഷം തുടങ്ങുന്നത് എവിടുന്നാണെന്നറിയാമോ? ആദ്യം എന്ന് പറഞ്ഞു തുടങ്ങുന്ന രണ്ട് പുസ്തകങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഒന്നാം ഉൽപ്പത്തി പുസ്തകം, പിന്നെ രണ്ടാമത്തേത് യോഹന്നാൻ സുവിശേഷം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ യേശുവിനെ എവിടെ നിന്ന് കൊണ്ടുവരുവാന്നറിയാമോ? എന്തോ സോറി മറ്റേ യോഹന്നാന്റെ ലേഖനം. കറക്റ്റ്, താങ്ക് യു. 3 പുസ്തകമുണ്ട് ആദിയിൽ എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഒന്ന് ഓർമ്മ നോക്കിയ യോഹന്നാൻ ആദിയിൽ എന്ന് പറഞ്ഞ് എവിടെയാ തുടങ്ങിയെന്ന് അറിയത്തില്ല, എവിടുന്ന ആരംഭം എന്ന് അറിയത്തില്ല. പക്ഷെങ്കിൽ ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ യേശു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് താഴോട്ട് പറഞ്ഞു വന്നിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ്, ആ വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി. പിന്നെ അങ്ങനെയാണ് കർത്താവിനെ ഇങ്ങനെ കഴിയുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പൊ യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തുന്നത് ആദിയിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആദി എന്ന് പറയുന്ന വേദപുസ്തക പ്രയോഗം ഭൂമിക്ക് അതീതമായെന്നുള്ള അർത്ഥമാണ് അതിനകത്ത്. ഭൂമിക്കകത്താണ് എന്നുള്ളത്, കാലവും സമയങ്ങളും എല്ലാം. അപ്പൊ ഭൂമിക്ക് അതീതമായിട്ട്, ഭൂമിക്ക് പുറത്തേക്ക് പോകുമ്പോൾ, മറ്റു കോളങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ 24 മണിക്കൂറത്തെ ഈ കണക്കിലൊന്നും നമുക്ക് ഇതൊന്നും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. പ്രപഞ്ചത്തിലേക്ക് പോകും. അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി എവിടെ നടക്കുന്നത്, എങ്ങനെ നടക്കുന്നത്, എന്താ നടക്കുന്നത്, നമുക്കൊന്നും ഇപ്പോ ഒരു വ്യക്തതയുമില്ല. വളരെ അവ്യക്തമാണ്. എന്നാൽ വലിയ പ്രവൃത്തികൾ ദൈവം ചെയ്യും. കാലാതീതനായ ദൈവം എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. അപ്പൊ യേശുവിനെ കാലാതീതനായ ഒരു ദൈവം കാലത്തിനകത്തേക്ക് വന്ന ഒരു ചെറിയ ചരിത്രമായിട്ട് മാത്രം ആര് കാണിക്കുക? യോഹന്നാൻ കാണിക്കുക. സത്യത്തിൽ യേശുവിനെ ആരായിട്ട് കാണിക്കുക? വർഷക്കണക്കിനകത്ത് ഒതുക്കാൻ കഴിയാത്ത, അനാദിയായ, കാലത്തിനെല്ലാം അതീതനായ ഒരു ദൈവമായിട്ട് യോഹന്നാൻ എന്ത് ചെയ്യുന്നു? യേശുവിനെ കാണിച്ചു. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ 4 കാര്യങ്ങളുണ്ടെങ്കിലേ സുവിശേഷത്തിന്റെ ആ ഉദ്ദേശം ഉത്തേജിക്കപ്പെടത്തുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ ചുരുക്കമായിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ യോഹന്നാൻ ഒരു വ്യത്യസ്തനായിട്ട് നിൽക്കുന്നുണ്ട്. മറ്റൊരു 3 പേരും കൂടെ തമ്മിൽ ഒരു യോഗ്യത ഉള്ളത്. ഇത് അന്നുള്ള യോഗ്യതയൊന്നുമല്ല, പിന്നീട് വേദപുസ്തകത്തിൽ അവരുടെ സുവിശേഷങ്ങൾ ചേർത്ത് കൊണ്ടുവന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകതയാണ്. ആദ്യത്തെ 3 സുവിശേഷങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കുടുംബക്കാരല്ല. അവര് കുടുംബക്കാരല്ല, പക്ഷെ ഒരു കുടുംബക്കാരെ പോലെ മത്തായിയും മർക്കോസും ലൂക്കോസും തമ്മിൽ എന്തോ ഒരു രക്തബന്ധം ഉള്ള പോലെ തോന്നും അവരുടെ 3 പേരുടെയും സുവിശേഷമായി. യോഹന്നാന്റെ വായിക്കുമ്പോൾ എന്തോ ഒരു വ്യത്യസ്തതകൾ. ഇവരുടെ 3 പേരോടും ഇദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ശൈലി മലയാളത്തിൽ വായിക്കുമ്പോൾ അത്ര നമുക്ക് തോന്നത്തില്ല. പക്ഷെങ്കിൽ പിന്നെ മൂലഭാഷകളിലേക്കൊക്കെ നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാഷാശൈലി എല്ലാം വ്യത്യസ്തം. അതുകൊണ്ട് ഇവരുടെ 3 പേരെയും കൂടെ ചേർത്തുകൊണ്ട് നമ്മുടെ വേദപണ്ഡിതന്മാർ, നമ്മുടെ ബൈബിൾ കോളേജുകളൊക്കെ നടന്നു പോകണമല്ലോ, അതിന്റെ പേരിൽ അവർ ഒത്തിരി പേരുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരങ്ങനെ കണ്ടുപിടിച്ചോണ്ടല്ലേ, വേദ പണ്ഡിതന്മാർ അങ്ങനെ കണ്ടുപിടിച്ചോണ്ടല്ലേ ഇന്ന് നമുക്കൊക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടത്താൻ പറ്റുന്നത്, പഠിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങൾ വിഭജിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അവർ ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിതെടുത്ത് പറയുന്നത് മാത്രമേ.
വേറെ ആമ്പിള്ളേരിരുന്ന് പഠിച്ച് കാര്യങ്ങൾ കണ്ടെത്തിയത്. അങ്ങനെ കണ്ടുപിടിച്ച കൂട്ടത്തിൽ അവർ കണ്ടുപിടിച്ചൊരു കാര്യമാണ് മത്തായി, മർക്കോസും ലൂക്കോസും തമ്മിൽ പരസ്പരം ഒരു ബന്ധം, ഈ സുവിശേഷങ്ങളുണ്ട്. അതുകൊണ്ട് അവരതിനൊരു പേരിട്ടു സമവീക്ഷണ സുവിശേഷങ്ങൾ. അതിന്റെ പേരാണ് സമവീക്ഷണ സുവിശേഷം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന് പറയും. SYNOPTIC, സിനോപ്റ്റിക് ഗോസ്പൽസ്. സിനോപ്റ്റിക് ഗോസ്പൽസിനെ കുറിച്ച് ഇനി കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല, ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുക. കാരണം എന്താണെന്ന് വെച്ചാൽ സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു വിഷയം തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതുകൊണ്ട് ആ ഭാഗത്തെക്കുറിച്ച് ഇനി ഈ ഭാഗത്ത് വിശദീകരിക്കുന്നില്ല. സിനോപ്റ്റിക് ഗോസ്പൽസ്, മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഇത് തമ്മിലുള്ള സമാനതകൾ, ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ച് ഉള്ള ഒരു പഠന മേഖല തന്നെയുണ്ട്. അത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്, അറിഞ്ഞിരിക്കേണ്ടതായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സബ്ജക്റ്റ് തന്നെയുണ്ട്, സിനോപ്റ്റിക് ഗോസ്പൽ, സമവീക്ഷണ സുവിശേഷങ്ങൾ. അത് നിങ്ങൾക്ക് പിന്നീട് പഠിക്കാൻ പറ്റും. യോഹന്നാന്റെ ഒരു വ്യത്യസ്തത, നമ്മൾ മലയാളത്തിൽ വായിച്ചാലും നമുക്ക് മനസ്സിലാകുന്ന ഒരു വ്യത്യസ്തത, യേശുവിന്റെ ഉപമകളൊന്നും യോഹന്നാന്റെ സുവിശേഷത്തിൽ നിങ്ങൾ പോയി നോക്കിയാൽ മതി. ഒരൊറ്റ ഉപമകൾ പോലും യോഹന്നാന്റെ സുവിശേഷം. യേശു അടയാളങ്ങളുടെ ആരംഭമായി ഇത് ചെയ്യുന്നത്. അടയാളം എന്നുള്ളത് എന്നുള്ള പദപ്രയോഗം. യേശു അത്ഭുതം ചെയ്തു എന്നുള്ളതിനേക്കാൾ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് അടയാളങ്ങൾ. എന്തുകൊണ്ടെന്നറിയാമോ? പ്രകൃത്യാതീതനായ ദൈവം പ്രകൃതിക്കകത്ത് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി, തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ചില അടയാളങ്ങളുണ്ട്. അടയാളങ്ങൾ ചെയ്തു എന്നാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി വ്യത്യാസങ്ങൾ നമുക്ക് പുസ്തകങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് വളരെ വ്യക്തം. ഇനി ഒരു ഭാഗം കൂടെ വേഗത്തിൽ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ചിന്തകളോടെ അവസാനിപ്പിക്കാം. യേശുവിനെ നമുക്ക് പ്രധാനമായും വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കുന്നത് 4 രീതിയിലാണ് യേശുവിനെ നമുക്ക് മനസ്സിലാക്കുന്നത്. സുവിശേഷങ്ങളിൽ 4 രീതിയിൽ നമ്മൾ മനസ്സിലാക്കി. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ മറന്നുപോലെ ഓർത്തിരുന്നോണം. ഈ ലോകത്തിന്റെ പ്രഭു എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്നും സ്റ്റിൽ ടുഡേ, ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിന്റെ പ്രഭു എന്ന് പറയുന്ന പിശാച് ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, കൂടുതലായിട്ടൊന്നും ഒറ്റ തെളിവേ ഉള്ളൂ. നിങ്ങൾക്ക് ഉറക്കം വരുത്തില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം തീരുമാനിച്ചാൽ, പല ഉറക്ക ഗുളികൾ കഴിച്ചിട്ടു നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, നിങ്ങളൊരു കാര്യം തീരുമാനിച്ചാൽ മതി, വേദപുസ്തകം എടുത്ത് തുറന്നു നിങ്ങൾ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അറിയാതെ നിങ്ങൾ എന്ത് ചെയ്യും? എന്നിട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഏറ്റവും അടുത്ത ചർച്ചിലേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പ്രസംഗത്തിന്റെ സമയത്ത് ദേവദാസന്മാർ ഭരണം സൂക്ഷിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പണ്ടൊരു അയലോക്കാരെ കൊണ്ട്, താമസിക്കുന്ന അയലോക്കാരെ കൊണ്ട് കേസ് കൊടുത്തു, പോലീസിൽ കൊണ്ട് കേസ് കൊടുത്തു. എന്താ വരുന്നോട്ടെന്ന് അറിയാമോ? ഞങ്ങൾക്കിവിടെ ഉറങ്ങാൻ പറ്റുന്നില്ല, ഇവിടുത്തെ ഈ പാട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല, കേസ് കൊടുത്തു. അങ്ങനെ കേസ് കൊടുത്തതിന്റെ അടുത്ത് 2 പോലീസുകാരെ SI അവിടുന്ന് പറഞ്ഞു വിട്ടു, നിങ്ങൾ പോയി അവിടെ അന്വേഷിച്ചിട്ട് വരണം, ഇതെന്താണ്, എത്ര മണി വരെ ഒരു മീറ്റിംഗ് പോകുന്നുണ്ട്, അപ്പുറത്ത് അവർ ഉറങ്ങാൻ കിടക്കുന്ന സമയം ലൈറ്റ് ഓഫ് ചെയ്യുന്നൊക്കെ വെച്ചാൽ അറിയാമല്ലോ. അപ്പൊ ഇതെല്ലാം വാച്ച് ചെയ്യാൻ പറ്റും. ഇവര് പോയി ചെന്ന് നോക്കി, എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞപ്പോ ഇവര് ശ്രദ്ധിച്ച്, പോലീസുകാർ കിട്ടിയ ഡ്യൂട്ടിയല്ലേ, അപ്പൊ അവരൊന്ന് ശ്രദ്ധിച്ച് നോക്കി എല്ലാം കഴിഞ്ഞപ്പോൾ അവിടെ തകർപ്പ പ്രസംഗം ആത്മാവിന്റെ ഭയങ്കര പകർച്ചയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് 2-3 പേര് എന്ത് ചെയ്യുക, അവിടുത്തെ സഭയുടെ പ്രധാനപ്പെട്ട പ്രായമുള്ള മൂപ്പന്മാർക്ക് വേണ്ടി അത് കസേര ഇട്ടിരിക്കുന്നതുകൊണ്ട് പോലീസുകാർക്ക് വെളിയിൽ നിന്ന് കൃത്യമായിട്ട് കാണിക്കും. അവർ കാര്യമായിട്ട് എന്ത് ചെയ്യും, അവിടെ ഇരുന്ന് ഇവർ ചെന്ന് റിപ്പോർട്ട് കൊടുത്തു. അടുത്ത ദിവസം SI അത്ര ഉണ്ട്, ഇത്ര വലിയ പ്രശ്നം നടക്കുന്നുണ്ട്, അത്ര ഇരുന്ന് ആൾക്കാർ. അപ്പൊ പോലീസുകാരുടെ റിപ്പോർട്ടിൽ SI കിട്ടും. പക്ഷെ അപ്പൊ അദ്ദേഹം അടുത്ത ദിവസം അദ്ദേഹം തന്നെ ജീപ്പ് എടുത്ത് വന്ന് നോക്കിയപ്പോ ശരി അവർ ഉറങ്ങോ, നല്ല ഉറക്കത്തിലായി. പാസ്റ്റർ തകർപ്പം പ്രശ്നമോ ഇപ്പോഴും നടക്കുന്നതാണ്. അപ്പം ഇവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഇതിങ്ങനെ പുള്ളി ഉടനെ അയലോക്കാരനെ ഓളിന്റെ പുറകിൽ പോയി നിന്നിട്ട് അങ്ങോട്ട് ചൂണ്ടിക്കാൻ. അപ്പം നല്ല സൂപ്പർ ഉറക്കോ, പാസ്റ്റർ ശക്തമായ ദൂതും അപ്പുറത്ത് ഉറക്കോ തന്നിട്ട് എസ്ഐ പറഞ്ഞു, തന്നത് കണ്ടു മേലെ ഇങ്ങനൊരു കേസ് കിട്ടുന്നുണ്ട്, എനിക്ക് ജോലി ഉണ്ടാക്കരുത്, എത്ര ദിവസം ഞാൻ ഇതിന്റെ പുറകെ നടന്നത്, മേലെ നിങ്ങൾ ജോലി കൊണ്ട് വരരുത്, തീരെ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അവിടെ പോയി ഇരുന്നോളാം. ഞാൻ പറഞ്ഞതിന് ഈ ഏത് സമയത്തും നമ്മളെ ദൈവിക വെളിപ്പാടിലേക്ക് പോകരുത്.
ദൈവത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ അറിയരുത് എന്നുള്ള നിലയിൽ നമ്മൾ എത്ര നേരം പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്താലും പിശാചിന് ഒരു പ്രശ്നമില്ല. ഇന്ന് ലോകത്തെ ചെറുപ്പക്കാർ സഭകളെ മുഴുവൻ കയ്യിലെടുത്തോണ്ടിരിക്കുന്ന അടിസ്ഥാന പിശാചിന്റെ ഉപാധി ഇതിനകത്തൂടാണ്. ഏതിനകത്തൂടാണ്? പ്രൈസ് ആൻഡ് വർഷിപ്പിനകത്തൂടെ, ആരാധന എന്നുള്ള പേരിനകത്ത്. ആരാധിക്കുന്നതെന്ന് ഞാൻ പറയത്തില്ല. ഏറ്റവും കൂടുതൽ ആരാധിക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരോട് ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇതിനകത്തൂടെ പിശാചിന് മുതലെടുക്കുന്നു. പക്ഷേ ഞാൻ പറയാം, ദൈവത്തിന്റെ വചനം നമ്മൾ ഗ്രഹിക്കരുത്, ദൈവത്തെ നമ്മൾ അറിയരുത്. ഇതിന് നമ്മളെ ഏത് നിലയിലും കൂട്ടാൻ വിശ്വാസം. അതിനുള്ള ഏറ്റവും വലിയ തന്ത്രമാണ് ദൈവവചനത്തിന് മുമ്പിൽ നമ്മളെ ഉറക്കിക്കളയും, അല്ലെങ്കിൽ നമ്മളെ അശ്രദ്ധമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോൺ ഉപയോഗിക്കുന്നവര് എമർജൻസി ആയിട്ട് അതുപോലെ ഉത്തരവാദിത്വത്തിരിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും ഒരു കോൾ വരാനുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇത് ചെയ്യാവൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ സൈലന്റ് ആക്കി തരാം. അല്ലെങ്കിൽ നിങ്ങൾ അത്രയും കൂടെ പിശാച് നിങ്ങളെ പ്രലോഭിക്കുന്നു തോന്നലുണ്ടെങ്കിൽ അതങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് ക്ലാസ്സിലിരിക്കുമ്പോൾ, വചനം പഠിക്കുമ്പോൾ, ചർച്ചയിൽ. കൃപയാൽ ഇന്ന് വരെ ഞാൻ ചർച്ചിന്റെ വാതിലിരുന്നു അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ആ സമയത്ത് ഞാൻ സൈലന്റ് ആക്കി. കാരണം ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാത്ത കാര്യം പറയാൻ പറ്റും. ആ സ്പോട്ടിൽ ആലയത്തിൽ ഇന്ന് വരെ, നാളത്തെ കാര്യം ഞാനും മനുഷ്യനാണ്, നമ്മളെല്ലാം മനുഷ്യർ. പക്ഷെ ഇന്ന് വരെ ആലയത്തിന് പുറത്തു വരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ചർച്ചിലാണെന്ന് പറഞ്ഞത്, ഈ ബില്ലി ഗ്രഹാം ലോക പ്രസിദ്ധ സുവിശേഷകനായിട്ട് നിൽക്കുന്നപ്പോൾ അദ്ദേഹത്തെ ഒരിക്കൽ അമേരിക്കയിലെ ഏത് പാർട്ടിയാണ്, ഡെമോക്രാറ്റിക് ആണോ മറ്റവരാണോ അറിയത്തില്ല, അവര് അദ്ദേഹത്തെ അവിടുത്തെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആകാൻ അദ്ദേഹത്തിന് ഇൻവിറ്റേഷൻ കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം ഒരുമാതിരി ഹാസ്യ ഇതിൽ ചിരിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഇത്രയും വലിയ മഹാരാജാവിന്റെ ജോലി ഞാൻ ചോദിക്കും, അത് ആദ്യമായിട്ടാണ് അമേരിക്കയിലെ കണ്ടോ. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് നോക്കുന്നു. ഈ യോഗിച്ചോട് സഭ, ഡേവിഡ് യോഗിച്ചോട് സഭ 11-12 ലക്ഷം പേരുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ, ഒരു പുതിയ ഭരണം വരണമെങ്കിൽ, ഒരു പുതിയ ഇലക്ഷൻ നടക്കണമെങ്കിൽ ഇദ്ദേഹത്തെ കൂടെ കയ്യിലെടുത്തെങ്കിലേ അവിടുത്തെ ഭരണ കാര്യങ്ങളെ തീരുമാനിക്കാൻ പറ്റും. അത്രയ്ക്ക് വലിയ സ്വാധീനം ജനങ്ങളുടെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇപ്പൊ പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നു, അതിലേക്ക് പോകണ്ട. നമുക്ക് ഈ നെഗറ്റീവ് കേൾക്കാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇഷ്ടം, ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. എന്നാൽ അദ്ദേഹം കൃപയിൽ ശക്തമായിട്ട് നിന്നൊരു സമയത്ത് ഒരിക്കൽ ഈ കൊറിയയുടെ പ്രധാനമന്ത്രി, അത് ഹൈ ഓഫീഷ്യൽ ഏതോ ഒരു മന്ത്രി, അദ്ദേഹത്തിന് തിരക്കുള്ള സുവിശേഷനായിരുന്നു, അദ്ദേഹത്തിന് ഓഫീസുണ്ട്, ഓഫീസിൽ അതിന് സ്റ്റാഫുണ്ട്. അപ്പോൾ അവിടുന്ന് ഫോൺ വന്നു, ഗവൺമെന്റ് ഓഫീസിൽ നിന്ന് ഏറ്റവും ഹയർ അതോറിറ്റി പെട്ട ഒരാൾ ഫോൺ വിളിച്ചു. ആ സമയം യോഗിച്ചോ ഡെയിലി പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റുന്ന സമയം അദ്ദേഹം പ്രയർ റൂമിനകത്ത്, ഓഫീസിനോട് ചേർന്ന പ്രയർ റൂമിനകത്ത് പ്രാർത്ഥിക്കാൻ പോകാൻ കയറിപ്പോയ ആളാണ്. അദ്ദേഹത്തിന് ഹൈ ഒഫീഷ്യലായ ഒരാള് ഗവൺമെന്റിൽ നിന്ന് ഫോൺ ചെയ്തു ഒരു കാര്യം പറയാൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനാണെന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അതിനേക്കാൾ വലിയ ഒരാളുമായിട്ട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ഇത്ര സമയം കഴിഞ്ഞിട്ട് വിളിക്കാൻ അങ്ങനെയോട് പറയാം. നമ്മളാണേലും ഒരു സഭായോഗത്തിനിടയ്ക്ക് എത്ര പ്രാവശ്യം നമ്മൾ ഫോണാറ്റുന്നു. ഒരു കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്ക് ഞാൻ കണ്ട എന്റെ കണ്ണിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഒരു ദുഃഖകരമായ കാര്യമുണ്ട്. ഞാൻ നാട്ടിലൊരു കൺവെൻഷൻ, ജനറൽ കൺവെൻഷൻ പങ്കെടുക്കുമ്പോൾ ഒരു കൈ മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ട് മറ്റേ കൈ കൊണ്ട് കർത്തമേശ എടുക്കുന്നു. ഈ കാഴ്ച ഞാൻ കണ്ടതാണ്. നമുക്ക് എത്രത്തോളം ദൈവത്തോട് ബഹുമാനമുണ്ട്, നമ്മൾ എത്രത്തോളം ദൈവത്തെ ഭയപ്പെടുന്നുണ്ട്. നിസ്സാര വാക്കിന് കണക്ക് കൊടുക്കണമെങ്കിൽ ഞാൻ ഇന്ന് അത്രയും കാലം ബൈബിൾ കോളേജ് പഠിക്കാൻ വന്ന എന്റെ പ്രിയപ്പെട്ടവരും ചോദിക്കട്ടെ, ഒരു ദിവസത്തിൽ നിന്ന് 24 മണിക്കൂറിന് നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട 2 മണിക്കൂർ 24 മിനിറ്റുമാണ്. 2 മണിക്കൂർ 24 മിനിറ്റും 24 മണിക്കൂർ ദൈവം തന്നേന് യഹൂദന്റെ കണക്ക് പ്രകാരം ദൈവത്തിന് മാറ്റണം. യഹൂദന്റെ കണക്കാണ് ഏത്? ദശാംശം. നമ്മുടെ പുതിയ നിയമത്തിന്റെ കണക്ക് എന്താ? ഓഹരി, അല്ലെങ്കിൽ പരീക്ഷന്മാരുടെ ശാസ്ത്രിമാരുടെ ഓഹരി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അതിന്റെ ബോധം കെട്ടുപോയത്. അതുകൊണ്ട് പരീക്ഷന്മാരുടെ ശാസ്ത്രിമാരുടെ രീതിയിൽ കവിയണമെന്നാകാൻ ദിവസത്തിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ വിലപ്പെട്ട സമയങ്ങൾ ആഴ്ചയിൽ ഒരു സഭായോഗത്തിന് 3 മണിക്കൂർ വന്നിരിക്കുന്ന സമയം എന്തുകൊണ്ട് നമുക്ക് മൊബൈൽ ഫോൺ ഓഫ് ചെയ്തിട്ടുകൂടെ? അതുപോലെ എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെയേറെ ദുഃഖകരമായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ദൈവത്തെ എത്രത്തോളം ഭയമുണ്ട്. ദൈവം ആരാ? നമ്മുടെ ദൈവം ആരാ? ഇതൊക്കെ നമ്മൾ കാണിച്ചിട്ടും ദൈവം നമ്മളെ സ്നേഹിക്കുന്നതല്ല ഇന്ന് രാത്രി നമ്മൾ ഇരിക്കുന്നതല്ല. ഇത്രയും ബഹുമാനരഹിതമായുള്ള സമീപനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടും അത് ദൈവം കണക്കിലെടുക്കുന്നില്ല എന്നുള്ളതാണ്, ക്ഷമിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് രാത്രി നാം ദൈവത്തിൽ നിലനിൽക്കുന്നത്. നമ്മുടെ വിഷയങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യണം. നമ്മൾ പരീക്ഷന്മാരൊന്നുമാണ്. എനിക്ക് ഞങ്ങൾ വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങ് പരീക്ഷന്മാരായി 24 മണിക്കൂറും ഒരു നേരം പോലും ആഹാരം 75 വർഷമായിട്ട് ആഹാരം കഴിക്കാത്തവരുടെ കാര്യം വാട്സപ്പിലൊക്കെ കിടക്കുന്നതാണ്. എനിക്കറിയത്തില്ല സത്യമാണോ എന്ന്. അങ്ങനൊന്നും നമ്മളാകണമെന്നോ ഞാൻ പറയത്തില്ല. പക്ഷെങ്കിൽ
ഈ ലോകത്തിലുള്ള ഏത് അധികാരത്തെക്കാളും വലുതാണ് നമ്മുടെ ദൈവമെന്നും അതുകൊണ്ട് ദൈവത്തെ നമ്മൾ ബഹുമാനത്തോടെ കാണണം. ആരാധനയ്ക്ക് വന്നിരുന്നിട്ട് സഭായോഗത്തിൽ ഇരുന്നിട്ട് വാട്സപ്പിലൂടെ മെസ്സേജ് വിട്ട് തകർക്കുക. പ്രസംഗിക്കുന്ന പാസ്റ്ററെ ഫോട്ടോ എടുത്തിട്ട് കൂട്ടിൽ അപ്പുറത്തിരിക്കുന്ന ആൾ വിടുന്നു. അവിടെ ഇപ്പൊ ഒരാ കൂട്ടുകാരൻ വന്നപ്പോൾ നേരത്തെ വന്നുകൊണ്ട് അദ്ദേഹം മുൻനിരയിലായി പോയി, മറ്റേ ആൾ പുറകിലായി പോയി. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഒത്തിരി കാര്യങ്ങൾ 2 മണിക്കൂർ കൊണ്ട് പറയാനായിരുന്നു വന്നത്, പക്ഷെ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ഇതേ ഉള്ളു മാർഗം. ഇതിനകത്ത് എവിടെ ചെന്നതിന്റെ കണക്ക് പതിപ്പിക്കും. പിന്നെ ദൈവം ദീർഘക്ഷമയുള്ള ദൈവമായതുകൊണ്ട് പലതും മിണ്ടാതിരിക്കുന്നു. ശനിയാഴ്ച രാത്രിക്കാലം വചനം പഠിക്കാൻ ഒരു പടിയൂടെ പ്രചോദനം കിട്ടി വന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, ഈ സമൂഹത്തെ തിരുത്താൻ നമുക്ക് ഉത്തരവാദിത്വം. വേറൊന്നും കൊണ്ടല്ല, പ്രതികാര ചിന്തയല്ല, വൈരാഗ്യമല്ല ഞാൻ പറഞ്ഞത്. അവരെന്നെ ഫോൺ ഉപയോഗിക്കുന്നത് എനിക്ക് ഫ്രണ്ടിൽ ഭാഷമായതുകൊണ്ട് ഫ്രണ്ടിൽ നിന്നോട് ഉപയോഗിക്കാൻ പറ്റാത്തതിന്റെ വിഷമം തീർക്കും അല്ല. ഞാൻ നിങ്ങളോട് പറയാം, ദൈവം ആരാണെന്ന്, ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കാൻ നമ്മൾ ആരും പുണ്യപ്രവൃത്തി ചെയ്തിട്ടല്ല ദൈവം തന്നെ വെളിപ്പെടുത്തിയത്. ദൈവം തന്നെ മുൻകൈ എടുത്ത് നമുക്ക് തന്നെ വെളിപ്പെടുത്തി തന്നതാണ്. അതുകൊണ്ടാണ് നാം ഇന്ന് രാത്രി ദൈവത്തിനായിരിക്കും. നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമേ, നീ മുൻകൈ എടുത്തു, നിന്റെ പുത്രനെ ഭൂമിയിലേക്ക് നിന്നെ തന്നെ വെളിപ്പെടുത്തി തരാൻ ദൈവത്തിന് പ്രസാദമായി. ഈ പാപം നിറഞ്ഞ, ഈ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിനകത്ത് ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകേണ്ടവരായിരുന്നു. ആടുകൾ വിളവിയ നരകത്തിന്റെ ആടുകളായി വിധിക്കപ്പെട്ട എന്നേക്കും ഇല്ലാതെയായി പോകേണ്ടവരായിരുന്നു. എന്നാൽ അതിന്റെ നടുവിൽ നിന്ന് ഈ സ്നേഹം ഞങ്ങളെ തേടി വന്ന ദൈവകൃപയെ ഓർത്ത് ഇന്ന് രാത്രിക്കാലം എത്ര പേർക്ക് ദൈവത്തിന് നന്ദി പറയാൻ കഴിയും? എത്ര പേര് നാവ് തുറന്ന് ദൈവത്തിന് സ്തുതി പറയും? ഒരു നിമിഷം കൂടെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എല്ലാവരും നമ്മുടെ പ്രാർത്ഥന നിർത്താൻ പോകുക. 3-4 മിനിറ്റുകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളെ പ്രാർത്ഥന നിർത്താൻ പോകുക. എന്നാൽ ഒരു നിമിഷം കൂടെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഹൃദയാന്തര ഭാഗത്ത് നിന്നോ ദൈവത്തിന് നന്ദി പറയുവാൻ നമ്മളെ ഏൽപ്പിച്ചു. കർത്താവേ, യോഗ്യതയല്ല എന്നെ യോഗ്യത കണ്ടിട്ടല്ല, ദൈവത്തിന്റെ മഹാകരുണയാൽ എന്നെ തിരഞ്ഞെടുക്കുന്നതാണ്. കർത്താവ്, നിനക്ക് എന്നെക്കുറിച്ച് ഒത്തിരി പ്രതീക്ഷകളുണ്ട്. അനുഭവങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവിക ഉദ്ദേശം പൂർത്തീകരിക്കുന്ന ഒരു ദൈവമകളായി, ഒരു ദൈവമകനായി തീരാൻ എന്നെ ഇത് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഈ രാത്രി എത്ര പേര് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും ഹൃദയം തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ, കർത്താവേ, ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുവാൻ, നന്ദി കാണിക്കുവാൻ, ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ, അവിടുത്തെ വനിമയെ ഹല്ലേലൂയ എന്റെ കണ്ണുകളിൽ ഒന്നുകൂടെ പ്രകാശിപ്പിക്കണമേ. കർത്താവേ, പാപം നിറഞ്ഞ ലോകത്തിലേക്ക് പുത്രനെ തരുവാൻ അങ്ങേക്ക് പ്രസാദം തോന്നിയല്ലോ. അങ്ങനെ മഹാകരുണയ്ക്ക് മുമ്പിൽ കർത്താവേ, ഈ രാത്രി ഞാനിവിടെ വന്നിരിക്കാൻ എന്നെ പ്രാർത്ഥനാക്കി, എന്റെ കാലുകൾക്ക് ബലം നൽകി, എന്റെ കൈകൾക്ക് ബലം നൽകി, എന്റെ ശരീരത്തിനെയും ബലം നൽകി, എന്റെ നാവുകൾക്ക് ബലം നൽകി, എന്റെ വയസ്സിനെ അധ്വാനിക്കാൻ ദൈവം എനിക്ക് ബലം നൽകി. കർത്താവേ, നിന്റെ കൃപയൊന്ന് മാത്രം, നിന്റെ കൃപയൊന്ന് മാത്രം, അവിടുത്തെ കരുണയൊന്ന് മാത്രം എനിക്ക് പറയാനുള്ള യാതൊരു യോഗ്യതകളും നല്ല കർത്താവേ, ഇതിനകത്ത് നിന്റെ മുമ്പിലായിരിക്കുന്നത് എന്നെ ബഹുമാനിക്കാൻ, നിന്നെ ആദരിക്കാൻ, നിന്നെ സ്നേഹിക്കാൻ, കർത്താവേ, നീ ആരാണെന്നുള്ള തിരിച്ചറിയുക, എന്നെ ഒന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് ഈ രാത്രി ദൈവത്തെ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ദൈവമോ കാണിച്ച ദൈവമൊക്കെ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കണം. സ്വർഗത്തിനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നു നന്മയായി പരിശുദ്ധാത്മാവിനെ എത്രയധികം നയിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ പ്രാപിച്ചവരായി മുമ്പോട്ട് പോകാൻ വരും ദിവസങ്ങളിലെ ക്ലാസുകൾ നമ്മൾക്ക് അനുഗ്രഹമായി തീരുന്നു. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലായി പുതിയ ഉൾക്കാഴ്ചകൾ പ്രാപിക്കുന്നു. പരിശുദ്ധ പിതാവ് ഒരുമിച്ച് നൽകിയ ദൈവകൃപയുടെ മറവിൽ ഏൽപ്പിക്കുന്ന കർത്താവ് അങ്ങയെക്കുറിച്ചുള്ള വലിയ ബോധ്യം ഞങ്ങളുടെ ഉള്ളങ്ങളിൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വെളിപ്പാടോട് ഞങ്ങൾ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏത് നിലയിലും ഞങ്ങൾ ദൈവത്തെ അറിയരുത് എന്ന് പിശാച് കർത്താവ് ശ്രമിക്കുന്നത് ആ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞു അവോളം ദൈവവചനം പഠിച്ച്, ദൈവവചനം വായിച്ച്, ദൈവവചനം ധ്യാനിച്ച് കർത്താവിനെ കുറിച്ച് വലിയ ബോധ്യം ഞങ്ങളുടെ ഉള്ളങ്ങളെ വളർത്തി സത്യതയ്ക്കായി ഞങ്ങൾ ഒരുക്കുകയും ചിലരെ അതിനുവേണ്ടി ഒരുക്കുകയും ചെയ്തു. ഒരു വലിയ അഭിഷേകം, ഒരു വലിയ
ഞങ്ങളോടൊപ്പം പഠനത്തിനായി ചേർന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടെ കർത്താവ് അടുത്ത ദിവസങ്ങളിൽ ക്ലാസുകൾ പങ്കെടുക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ പഠനങ്ങൾ പൂർത്തീകരിക്കാനും അവരുടെ മേൽ വലിയ ദൈവകൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. മടക്കാത്ത ദൈവസ്ഥാനത്തിൽ ഉണ്ടാകണമോ. അടുത്ത ബുധനാഴ്ചകൾ കൂടി വരുന്നത് വരെയും ഞങ്ങളുടെ എല്ലാ പ്രവൃത്തി മേഖലകളിലും ദൈവത്തിന് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും സമർപ്പിക്കുന്നു. നമ്മുടെ ഭവനങ്ങൾ പ്രിയപ്പെട്ടവർ ഇവിടെ ഈ നാട്ടിലുമായിരിക്കും കുടുംബാംഗങ്ങൾ എല്ലാവരും ദൈവങ്ങളിലേക്ക് ഈ സ്ഥാപനത്തിനായി സ്തോത്രം നേരത്തെ കൊടുക്കുന്ന ദൈവഭക്തിമാർക്കായി സ്തോത്രം എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കാൻ യേശുവിന്റെ നാമത്തിൽ സ്വർഗീയ പിതാവിനോട് അപേക്ഷിക്കുന്നു. കേട്ടിട്ടുള്ള